മാനസികാവസ്ഥകൾ തികച്ചും വ്യത്യസ്തമാണ്. പ്രശ്നങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. ബംഗാളിനെ കുറിച്ച് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. ലക്ഷ്മിർ ഭണ്ഡാർ എന്ന് പറയൂ, വിധവ ഭണ്ഡാർ എന്ന് പറയൂ. അതിൽ നിന്ന് എനിക്ക് അല്പം കിട്ടും. ലക്ഷ്മിർ ഭണ്ഡാർ, യുവശ്രീ, യുവസാധി ഇവയൊക്കെ നൽകി ആളുകളുടെ വായടപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു പാർട്ടി കൂടുതൽ ദുഷ്ടരാണ്, മറ്റേത് ഒരു തരത്തിൽ പറഞ്ഞാൽ ദുഷ്ടത കുറഞ്ഞവരാണ്. 20 വർഷമായി 30 വർഷമായി വോട്ട് ചെയ്തു വരികയാണ്. അയാളുടെ പേരും വെട്ടി. എന്റെ ഭർത്താവിന്റെ ഓഭദ്രു പോയി, എന്റേതും പോയി. ഇത്തവണ ആളുകൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആളുകൾ വളരെ ബുദ്ധിയുള്ളവരാണ്. ബംഗാളികൾ അതിനും കൂടുതൽ ബുദ്ധിയുള്ളവരാണ് പറയാൻ. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയാം. ആര് വന്നാലും നല്ലതേ സംഭവിക്കൂ. നമസ്കാരം, കൗണ്ട് ഡൗൺ ബംഗാളിലേക്ക് സ്വാഗതം. ഞങ്ങൾ പലയിടത്തും യാത്ര ചെയ്യുകയായിരുന്നു. ഇവിടെ ചൂടും ഈർപ്പവും ഇടിമിന്നലുമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് കാലാവസ്ഥയെക്കുറിച്ചല്ല. ഇതൊരു വളരെ പ്രക്ഷുബ്ധമായ തെരഞ്ഞെടുപ്പായി ശരിക്കും തുടങ്ങിയിരിക്കുന്നു. ഇവിടെ വിഷ്ണുവൂർ 1-ാം നമ്പർ ബ്ലോക്ക്, ഡയമണ്ട് ഹാർബർ, ഓൾട്ട് എല്ലാം കൂടി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ 5500 കോടി രൂപയിൽ കൂടുതൽ വിലമതിക്കുന്ന പണി ഈ ഡയമണ്ട് ഹാർബറിന്റെ പുണ്യഭൂമിയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരുമായി ഒത്തുചേർന്ന് നന്നായിരിക്കുക, അതിനായി ശ്രമിക്കുക. ജയ് ബംഗാൾ. എല്ലാവരും പറയൂ, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ. കൂടാതെ ഇവിടെ സംഭവിക്കുന്നതിന് ബംഗാളിനപ്പുറം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പ്രസിദ്ധവും ശരിയുമായ ആ ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇന്ന് ബംഗാളിൽ സംഭവിക്കുന്നത് നാളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ സംഭവിക്കും. അതെ, അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഈ കൗണ്ട് ഡൗൺ ഷോയിൽ എൻ്റെ മിടുക്കരായ സഹപ്രവർത്തകരും ഞാനും സാധാരണക്കാരായ വോട്ടർമാരുമായി നേരിട്ട് സംസാരിച്ചതിൻ്റെയും വിവിധ പാർട്ടികളിലെ രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിച്ചതിൻ്റെയും ഞങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കും. എന്നാൽ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. ബംഗാൾ രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ അവസ്ഥയിൽ എങ്ങനെ എത്തി? 3 ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിശയകരമായ 3 വ്യത്യസ്ത ഘട്ടങ്ങൾ. ഏത് സംസ്ഥാനത്തും വളരെ അസാധാരണമായ ഒന്ന്. നമ്മൾ ഈ നിലയിൽ എങ്ങനെ എത്തിയെന്ന് വെച്ച് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് മമതാ ബാനർജി 15 വർഷം അധികാരത്തിലിരുന്നത്? തിരിഞ്ഞു നോക്കിയാൽ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയത്തിൽ 3 വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. 1-ാം ഘട്ടം, അത് സംഭവിച്ചത് 1996 മുതൽ 2001 വരെയാണ്. അത് മമതയുടെ ഉദയമായിരുന്നു, TMCയുടെ ഉദയം. അവിടെ അവർ കോൺഗ്രസിനെ തകർത്തു. കോൺഗ്രസ് ഏകദേശം 40% നിന്ന് ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ വെറും 8% താഴ്ന്നു. അവർ ഏതാണ്ട് 0 നിന്ന് ഏകദേശം 31% ഉയർന്നു. തിരഞ്ഞെടുപ്പുകളിൽ അപൂർവമായി കാണുന്ന ഒരു അസാധാരണമായ മാറ്റമാണത്. നമുക്കിനി 2-ാം ഘട്ടത്തിലേക്ക് പോകാം. അത് 2001-നും 2016-നും ഇടയിലാണ്. അത് വീണ്ടും TMCയുടെ ഉദയമാണ്. പക്ഷേ ഇത്തവണ അത് ഇടതുപക്ഷത്തെയാണ് തകർക്കുന്നത്. 2001-ൽ ഇടതുപക്ഷം ഏകദേശം 50% 49.1. അത് 27% കുറഞ്ഞു. അവർ 31% നിന്ന് 45% ഉയർന്നു. വീണ്ടും ഇത്രയും വലിയതും അസാധാരണവുമായ ഒരു മാറ്റവും ചായ്വും ഇന്ത്യയിലെയും ലോകത്തെവിടെയുമുള്ള രാഷ്ട്രീയത്തിൽ അപൂർവമായേ കാണാറുള്ളൂ. എന്നിട്ട് വരുന്നു ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ 3-ാം ഘട്ടം. 3-ാം ഘട്ടം BJPയുടെ ഉദയമാണ്. 3-ാം ഘട്ടം 2016 മുതൽ 2021 വരെയാണ്. സമീപകാലത്തെ അവസാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് BJPയുടെ ഉദയം കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അവശേഷിച്ചതിനെ തകർക്കുന്നു. 2016-ൽ കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്ന് ഏകദേശം 39.5 ആയിരുന്നു.
അവർ ഏകദേശം 10% കുറഞ്ഞു. കൂടാതെ BJP 10% നിന്ന് 38% പോയി. ഇവയെല്ലാം അസാധാരണമായ മാറ്റങ്ങളാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതും അവിടെയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ മോനിദീപ, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇതിനെ മറിച്ചെടുക്കരുത്. തീർച്ചയായും നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ആദരണീയരായ പത്രപ്രവർത്തകരിൽ ഒരാളാണ്. നിങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയം നിരീക്ഷിച്ചിട്ടുണ്ട്, മറ്റാരേക്കാളും നന്നായി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വിശദീകരിച്ച് തരൂ, പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരന്. ഈ 3 ഘട്ടങ്ങൾ, കോൺഗ്രസിന്റെ നഷ്ടത്തിൽ മമത വരുന്നത്, പിന്നെ ഇടതുപക്ഷത്തിന്റെ നഷ്ടത്തിൽ, എന്നിട്ട് പെട്ടെന്ന് BJP ഇത്ര വേഗത്തിൽ ഉയർന്നു വരുന്നത്, എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടായിരുന്നു ഈ മാറ്റം? ചരിത്രത്തിലേക്ക് ഒരുപാട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഒരു ദിവസം മുഴുവൻ എടുക്കാൻ കഴിയും. പക്ഷേ യഥാർത്ഥ വസ്തുത എന്തെന്നാൽ മമത തന്നെ തൃണമൂൽ കോൺഗ്രസ് 1998 രൂപീകരിച്ചു എന്നതാണ്. പിന്നീട് 2004 എന്നിരുന്നാലും ഒരു പ്രാരംഭ വിജയത്തിന് ശേഷം അവർക്ക് പാർലമെന്റിൽ ഒരു സീറ്റ് ലഭിച്ചു. അവരുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലുള്ള ഏക വ്യക്തിയായി അവരൊതുങ്ങി. അത് 2004 ആയിരുന്നു. അന്ന് ഒരുപാട് പേർ മമതയെ എഴുതി തള്ളി. പക്ഷേ നിങ്ങൾ എഴുതി തള്ളിയില്ല. ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ മുൻകൂട്ടി കണ്ടു. ഞാൻ 1984 മുതൽ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥ അവസാനിച്ചിട്ടില്ലെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ 84 ജനിച്ചിട്ടില്ല. ഒന്നു പോകൂ. എന്തായാലും നമുക്ക് തുടരാം. അപ്പോൾ 2004 തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏക MP ആയ മമതാ ബാനർജി, അതിനുശേഷം സംഭവിക്കുന്നത് സച്ചാർ കമ്മിറ്റി വരുന്നതാണ്. സച്ചാർ കമ്മിറ്റി അത് ഇന്ത്യയിലുടനീളമുള്ള മുസ്ലിംകളുടെ അവസ്ഥ പരിശോധിച്ചിട്ട് പശ്ചിമ ബംഗാളിൻ്റെ റെക്കോർഡ് വളരെ വളരെ മോശമാണെന്ന് പറയും. അപ്പോൾ അവർ അതിൽ കടന്നു പിടിച്ചു. ഓക്കെ, അവരതിൽ കടന്നു പിടിച്ചു. കൂടാതെ നമ്മൾ യഥാർത്ഥത്തിൽ അതിലേക്ക് കടക്കും, ഇവിടുത്തെ ഹിന്ദു മുസ്ലിം വശം. പക്ഷെ നിങ്ങൾ പറയുന്നത് ആ മാറ്റത്തിൽ അത് നിർണായകമായിരുന്നു എന്നാണ്. ആ മാറ്റത്തിലെ നിർണായക ഘടകമായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ, ഇടതുപക്ഷത്തു നിന്നും പിന്തുണ അകന്നു പോയതും മമതാ ബാനർജി ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിയതും. അതോടൊപ്പം മറക്കരുത് സിംഗൂരും നന്ദിഗ്രാം. BJPയുടെ സമീപകാലത്തെ ഉയർച്ചയുടെ കാര്യമോ? എന്തൊരു അസാധാരണമായ വർധനവ്! അതായത് നിങ്ങൾക്കറിയാമല്ലോ, ബംഗാൾ ഒരു മാറ്റത്തിനായി കാത്തിരിക്കുകയായിരുന്നു. 37 വർഷക്കാലം CPMഉം അവരുടെ സഖ്യകക്ഷികളും സംസ്ഥാനം ഭരിച്ചു. കോൺഗ്രസ് എപ്പോഴും രണ്ടാമത്. കോൺഗ്രസിന് സാധാരണയായി കൂടുതൽ താൽപ്പര്യം ഡൽഹിയിലായിരുന്നു. അജിത് പാഞ്ച, പ്രദം മുഖർജി, ഗനി ഖാൻ ചൗധരി എല്ലാവരും അങ്ങോട്ടാണ് നോക്കിയിരുന്നത്, ഇങ്ങോട്ടല്ല. അതുകൊണ്ട് ഇവിടുത്തെ പാർട്ടി കൂടുതൽ ദുർബലമായി. പിന്നെ മിസ് ബാനർജി 90കളുടെ തുടക്കം മധ്യ കാലഘട്ടം മുതൽ പ്രക്ഷോഭം നടത്തുന്നുണ്ടായിരുന്നു. 1998 അവരൊരു പാർട്ടി രൂപീകരിച്ചു. ജ്യോതി ബസു 2000 വിരമിച്ചു. അതുകൊണ്ട് ആ പഴയ, നിങ്ങൾക്കറിയാമല്ലോ, ജ്യോതി ബസു എന്നേക്കുമായി വീണു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇത് 2 പാർട്ടികൾ തമ്മിൽ പോരടിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു തലമുറ മാറ്റമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. എപ്പോഴെന്നാൽ പിന്നെ മമത തീർച്ചയായും ആദ്യം കോൺഗ്രസ് വോട്ട് നേടി, കാരണം അവരൊരു കോൺഗ്രസ് വനിതയായിരുന്നു. പിന്നീട് 2011 എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാർ വീണു. കമ്മ്യൂണിസ്റ്റുകാർ മമതയ്ക്കിടയിൽ വീണു. അത് അവരെ കൂടുതൽ ദുർബലരാക്കി. അങ്ങനെ അവർ അവരുടെ വോട്ടെടുത്തു. എന്നിട്ട് BJP വന്നു. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് BJPയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതെ, കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇടതുള്ളപ്പോൾ എപ്പോഴും വലതുമുണ്ടാകും. മറ്റൊന്നുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ 2 സ്ഥാനങ്ങളും ഒഴിവായി. കോൺഗ്രസ് ആ സ്ഥാനം ഒഴിഞ്ഞു. ശരി. ഇടതുപക്ഷം ആ സ്ഥാനം ഒഴിഞ്ഞു. ശരി. എന്നിട്ട് BJP സമർത്ഥമായി കടന്നുകയറി. നിങ്ങൾ പറഞ്ഞതുപോലെ BJP പിന്നീട് ബാക്കി ഉണ്ടായിരുന്നതെന്തോ അത് ഏറ്റെടുത്തു. ബാക്കി വന്ന ആ ചില്ലറ. അതെ. എന്നിട്ട് വീണ്ടും യഥാർത്ഥത്തിൽ അതൊരു ദ്വികക്ഷി സംവിധാനമായി മാറിയിരിക്കുന്നു. ബംഗാളിൽ 40 പരം വർഷങ്ങളോളം ആയിരുന്നതുപോലെ. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. 2 പാർട്ടികളും പുതിയതാണ്, 2 പാർട്ടികളും വ്യത്യസ്തമാണ്. ബാജ്, നിങ്ങൾക്ക് ഡാറ്റ വളരെ ഇഷ്ടമാണല്ലോ. BJPക്ക് ഇങ്ങനെയൊരു മുന്നേറ്റം ഉണ്ടാകുക, 10% നിന്ന് ഏതാണ്ട് 38% എത്തുക എന്നത് അത് അസാധാരണമാണ്.
2016-നും ഈ അടുത്ത കാലത്ത് നടന്നതിനും ഇടയിലുള്ള ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ മാത്രം. ആ പെട്ടെന്നുള്ള മാറ്റത്തെ എന്താണ് വിശദീകരിക്കുന്നത്? ദൊറാബ് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നു. CPM-ലോ ഇടതുമുന്നണിയിലോ ഒരു ശൂന്യതയുണ്ടെങ്കിൽ പരാജയപ്പെട്ടതുകൊണ്ട് ആർക്കും പോകാൻ ഒരിടവുമില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് CPM ഒരു ബദലായിരുന്നില്ല. അവർക്ക് ഇനി നേതൃത്വം ഉണ്ടായിരുന്നില്ല. BJPക്ക് ഫണ്ട് ഉണ്ടായിരുന്നു. അതിനൊരു ദേശീയ നേതൃത്വം ഉണ്ടായിരുന്നു. ഇത് പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. കൂടാതെ താഴെത്തട്ടിലും പ്രവർത്തിക്കുന്ന ഒരുപാട് CPM കേഡർമാരെ അവർക്ക് കിട്ടി എന്നും ഞാൻ കരുതുന്നു. അതവരെ സഹായിച്ചു. അറിയാമോ? അതായത് അതെ, അതിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതെ. പക്ഷേ ഇടതുപക്ഷം BJPയിലേക്ക് പോയെന്നത് ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. അപ്പോൾ ബാജിൽ നിന്ന് തുടരാം. നിങ്ങൾ ഉന്നയിച്ച ഒരു കാര്യം BJPയും അല്പം മാറിയിട്ടുണ്ട് എന്നതാണ്. ഏത് രീതിയിൽ? അതായത് 2021 ഡൽഹിയിൽ നിന്ന് BJP നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരുന്നു. കേന്ദ്ര BJP നേതൃത്വമാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന പോലെയായിരുന്നു. അത് മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രി വന്ന് മമതാ ബാനർജിയെ വ്യക്തിപരമായി ആക്രമിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം തൻ്റെ ഒരു റാലിയിലും അവരുടെ പേരെടുത്ത് പറയുന്നില്ല. അദ്ദേഹം ദീദി ദീദി എന്ന് വിളിച്ചത് ഒരു വലിയ തെറ്റായിരുന്നു. ദീദി ദീദി, അതെ, ആ കുക്കിവിളി ശരിക്കും വളരെ മോശമായി ബാധിച്ചു. അതുകൊണ്ട് ഇത്തവണ അദ്ദേഹം അവരുടെ പേര് പോലും പറയുന്നില്ല. കൂടാതെ ബംഗാളി വോട്ടർമാരോടുള്ള BJPയുടെ തന്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കുമെന്ന്. അതെ, അതെ, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ദീദി എന്നോ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഗുസ്പേദിയ എന്നാണ്. പക്ഷേ ചലോ, നിങ്ങൾ പറയുന്നത് പോലെ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. പിന്നെ എനിക്ക് സ്ത്രീ വോട്ടർമാരെ കുറിച്ച് ശിഖയോടും മനീഷിനോടും ചോദിക്കാനുണ്ട്. മമതയുടെ യഥാർത്ഥ ശക്തി നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ത്രീ വോട്ടർമാർക്കിടയിൽ അവർ എത്രത്തോളം ശക്തിയാണെന്നത് അതിശയകരമാണ്. ഡാറ്റ മാത്രം നോക്കൂ. കൂടുതൽ സ്ത്രീകളും TMCയെയാണ് പിന്തുണയ്ക്കുന്നത്. BJPയേക്കാൾ TMCക്കുള്ള മുൻതൂക്കം അതിശയകരമാണ്. പുരുഷന്മാർക്കിടയിൽ BJPയേക്കാൾ 4% മുൻതൂക്കം മാത്രമാണുള്ളത്. TMC BJPയേക്കാൾ 4% കൂടുതൽ. സ്ത്രീകൾക്കിടയിൽ ഇത് BJPയേക്കാൾ 10% കൂടുതലാണ്. 10% കൂടുതൽ. ഇത് ഏത് തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും ഒരു വലിയ മാർജിനാണ്. അതുകൊണ്ട് നിങ്ങൾ പലതരം സ്ത്രീകളുമായി സംസാരിച്ചിട്ടുണ്ടല്ലോ. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ഉയർന്ന ജാതിക്കാർ, താഴ്ന്ന ജാതിക്കാർ. എന്താണ് ഈ മമതയോടുള്ള ഈ അടുപ്പം, ഈ ആകർഷണം? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എല്ലാ ജാതി, വർഗ, സമുദായങ്ങളിലെയും സ്ത്രീകൾക്കിടയിൽ മമത ഇന്നും വലിയ ജനപ്രീതി നേടുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ കൂറിന്റെ ഒരു വലിയ ഭാഗം വരുന്നത് അവര് അധികാരത്തിലിരുന്ന കഴിഞ്ഞ വർഷങ്ങളിൽ അവർക്ക് നേരിട്ട് പ്രയോജനം ലഭിച്ച പദ്ധതികൾ തുടങ്ങിയത് കൊണ്ടാണെന്നാണ്. വിദ്യാർത്ഥികൾക്കുള്ള കന്യാശ്രീ, പിന്നെ വലിയ ഭാഗ്യശ്രീ, ഇത്രയധികം നമുക്ക് തരുന്നുണ്ട്. അതിഷ്ടമാണ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി സൈക്കിള്, ഫോണ് ഇതൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ലക്ഷ്മി ഭണ്ഡാർ കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്, കിട്ടുന്നുണ്ട്. അവരില്ലെങ്കിൽ പിന്നെ ഇത് കിട്ടില്ല. അവർ തുടരണം. ലക്ഷ്മി ഭണ്ഡാറിന് പണം കിട്ടും, കുടുംബകാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ലക്ഷ്മി ഭണ്ഡാറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ പണം കൊണ്ട് എന്റെ കുടുംബത്തിൽ എന്തിനാണോ ആവശ്യം അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വോട്ട് ആർക്ക് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ലക്ഷ്മി ഭണ്ഡാർ തരുന്നുണ്ട്, ഞങ്ങൾക്ക് ഉപകാരം ആകുന്നുണ്ട്, ഇതെനിക്ക് പറയാൻ പറ്റും. ആ പണം കിട്ടിയിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. കുട്ടികളുടെ പഠനത്തിന് ഉപകരിക്കും. ഞങ്ങളുടെ കുടുംബത്തിന് ഉപകരിക്കും. നല്ല കാര്യത്തിനല്ലേ, പണം ചീത്ത കാര്യത്തിനല്ലല്ലോ ഉപയോഗിക്കുന്നത്, നല്ല കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ഒരുപാടുണ്ട്. എൻ്റെ മോനും നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. ഞങ്ങൾക്കും. പക്ഷെ BJP പറയുന്നു ഈ 1500 രൂപ കിട്ടുന്നില്ലേ? അതെ, ഞങ്ങൾ വന്നാൽ 3000 രൂപ തരുമെന്ന്. അവര് വരുമ്പോ കിട്ടുകയാണെങ്കിൽ അപ്പൊ നോക്കാം. വരുമ്പോ എല്ലാരും ഒരുപാട് കാര്യങ്ങൾ പറയും. ആദ്യം അവരൊന്ന് വരട്ടെ, എന്നിട്ട് നോക്കാം. എനിക്ക് വിധവാ പെൻഷൻ കിട്ടുന്നുണ്ട്. ലക്കി ഭണ്ഡാർ വെറുതെയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു? ഞങ്ങൾക്ക് പെൻഷന്റെ കാര്യം ശരിയാക്കി തന്നു. പിന്നെ അവര് ബുദ്ധിമുട്ടിലാണ്, എല്ലാം ചെയ്തു തന്നു. ദീദി ഇത്രയധികം സഹായിക്കുന്നുണ്ട്, അപ്പൊ ദീദിക്ക് എന്നെ കൊടുക്കണം.
അതുകൊണ്ട് ആരാണോ സഹായിക്കുന്നത്, ആരാണോ കൂടുതൽ തരുന്നത് അവർക്കേ കൊടുക്കൂ. എന്ത്? അതെ, ഞാൻ എന്തായാലും ദീദിക്കേ കൊടുക്കൂ. എന്തുകൊണ്ട്? ലക്ഷ്മിയർ ഭണ്ഡാർ തരുന്നുണ്ട്. ലക്ഷ്മിയർ ഭണ്ഡാർ തരുന്നതിനോടൊപ്പം ആൺകുട്ടികൾക്ക് യുവസാധി കിട്ടുന്നുണ്ട്. ഈ ലക്ഷ്മീർ ഭണ്ഡാരായാലും വൃദ്ധവത്ത ആയാലും അതെ, ഇതൊക്കെ ഈ അതായത് യുവാക്കളായ ആൺകുട്ടികൾക്ക് ഇതിലൂടെ അവർക്കും പണം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്, ഞങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. സോ അത് ഓൺലി ഫോർ എനിക്കാണ്, വേറെ ആരുടെയുമല്ല, അത് എന്റേതാണ്. അതുകൊണ്ട് ഇത്തവണ എന്റെ 1500 രൂപ എന്റെ അക്കൗണ്ടിൽ വന്നതിൽ എന്റെ മനസ്സ് സന്തോഷിക്കും. കന്യാശ്രീ ഉണ്ട്, അത് ഇപ്പോഴാണ് തുടങ്ങിയത്. യുവസാധി തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താണുള്ളത്? സൈക്കിൾ തരുന്നത്, അതിനെന്താണ് പറയുക? സബുത് സാധി. ഇവിടെ സർക്കാർ നൽകുന്ന വേറെയും സ്കീമുകളുണ്ട്, അത് തന്നെ ധാരാളമാണ്. 15 വർഷം മുൻപ് ഞാൻ ഇവിടെ വന്നതും ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ ഒരു ചെറിയ സ്കൂൾ കുട്ടി നോക്കൂ എനിക്കൊരു സൈക്കിൾ കിട്ടി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചതും ഞങ്ങളത് ഓൺ എയറിൽ കാണിച്ചതും ഞാൻ ഓർക്കുന്നുണ്ട്. അവൾക്കൊരു സൈക്കിൾ കിട്ടിയെന്ന് അവൾ വെറുതെ ആളുകളെ കാണിച്ചു നടക്കുകയായിരുന്നു. അതുകൊണ്ട് അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അത് ഒരുപാട് കാലം മുൻപ് നടന്നതാണ്. അതുകൊണ്ട് അതുണ്ട്. എന്നാൽ അതോടൊപ്പം ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നു. അതെ, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ പോലും കുറച്ചെങ്കിലും വിദ്യാഭ്യാസം ലഭിച്ച പെൺകുട്ടികളും സ്ത്രീകളും. അങ്ങനെ ഞാൻ കോളേജ് സ്ട്രീറ്റിൽ വെച്ച് ഒരു യുവതിയെ കണ്ടു. കഴിഞ്ഞ 10 വർഷമായി അവരൊരു ടീച്ചറാണെന്ന് പറഞ്ഞു. പക്ഷെ അവർക്കൊരിക്കലും ഒരു സ്ഥിരം ജോലി ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും കരാർ അടിസ്ഥാനത്തിലായിരുന്നു. അവർ പറഞ്ഞു, എനിക്ക് ഈ ബട്ടകളും ഈ എല്ലാ സ്ത്രീ പദ്ധതികളും മതിയായി, എനിക്ക് വേണ്ടത് ഒരു ജോലിയാണ്. അതുകൊണ്ട് ഞാൻ കരുതുന്നു അഭിലാഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ മമതാ ബാനർജി, അവർ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ തൊഴിലുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ട ടീച്ചർക്ക് ഒരു സ്ഥിരം ജോലി വേണമെന്നിരിക്കെ 1500 രൂപ അത്ര പ്രാധാന്യമുള്ളതല്ലെന്ന് നിങ്ങൾ പറയുമോ? എന്നാൽ മുമ്പ് ശരിക്കും ഒരു വരുമാനവും ഇല്ലാതിരുന്ന ഒരു ഗ്രാമത്തിലെ ഒരു സ്ത്രീക്ക് 1500 രൂപ അവരുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റമാണ്. അതെ, അത് അവർക്ക് പുറത്തുപോയി തങ്ങൾക്ക് വേണ്ടി തന്നെ പണം ചെലവഴിക്കാനുള്ള ഒരു തരം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ധാരാളം സ്ത്രീകൾ കുറച്ച് പണം തങ്ങൾക്കായി ചെലവഴിച്ചേക്കാം, പക്ഷേ അത് കുടുംബത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് കുടുംബത്തിനും ആഗ്രഹമുണ്ട് തങ്ങളുടെ കുട്ടികൾക്ക് ജോലി കിട്ടണം, അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടണം, അങ്ങനെയൊക്കെ. ഏത് സ്ത്രീയാണ് വേണ്ടത്? ഉപശ്രീയാണ് വേണ്ടത്. വിദ്യാർത്ഥികളായവർക്ക് അത് ശരിയാണ്. പക്ഷേ ലക്ഷ്മീർ ഭണ്ഡാർ, യുവശ്രീ, യുവസാധി ഇവയൊക്കെ കൊടുത്ത് ആളുകളുടെ വായടപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ എന്തിനാണ് സർക്കാരിന്റെ കയ്യിൽ നിന്ന് കൈനീട്ടി പണം വാങ്ങുന്നത്? നമ്മൾ പഠിക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കാനാണ്. അതിന് സർക്കാർ ഞങ്ങൾക്ക് ജോലി തരികയാണ് വേണ്ടത്. അവരുടെ കയ്യിൽ നിന്ന് ഭിക്ഷയായി പണം ചോദിക്കുകയല്ല ഞങ്ങൾ. അവർക്ക് ഇതാണ്, എല്ലാത്തിനും മുൻപ് ഇതാണ് ആവശ്യം, വിദ്യാഭ്യാസം. ഞാനിപ്പോൾ ഗവൺമെന്റ് ഗേൾസ് ജനറൽ കോളേജിൽ ഒരു ഗസ്റ്റ് ലെക്ചറായി പഠിപ്പിക്കുകയാണ്. ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വളരെ കുറവാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് ആവശ്യത്തിന് ശമ്പളം കിട്ടുന്നില്ല. ഇത്രയധികം ബത്ത വേണ്ട. നന്നായി പഠിക്കുക, അതിനുശേഷം എന്തെങ്കിലും അവസരം, ഒരു ജോലിക്കുള്ള അവസരം കിട്ടുക, അതാണ് ശരിയായ കാര്യം. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഗവൺമെന്റ് സ്കൂൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ വരുന്നുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന്, പഠനത്തിന് മറ്റൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു. പക്ഷേ 2022 ശേഷം, പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഞാൻ കാണുന്നത്, അതായത് ഭൂരിഭാഗം വിദ്യാർത്ഥികളും പഠനം ഉപേക്ഷിക്കുന്നു. കാരണം ജോലിയില്ലല്ലോ. SSC ഇല്ല, PSC ഇല്ല, WBCS ഇല്ല. വർഷങ്ങളോളം എവിടെയാണോ ഇത് മുടങ്ങിക്കിടക്കുന്നത്? അവരെന്തിനാണ് പഠിക്കുന്നത്? അതുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ പഠനം നിർത്തിച്ച് അവരെ കേരളം, UP തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അയക്കുകയാണ്. ഇവിടെ നിന്ന് പോയതിനു ശേഷം ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? അതെ, തീർച്ചയായും. ഞാൻ പല വിദ്യാർത്ഥികളെയും കണ്ടിട്ടുണ്ട്. ഒരുപാട് മിടുക്കരായ വിദ്യാർത്ഥികൾ അവരുടെ ഡിഗ്രി പൂർത്തിയാക്കിയതിനു ശേഷവും ഇന്നുവരെ തൊഴിൽ രഹിതരാണ്. അവർ വളരെ കഴിവുള്ളവരാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു നല്ല ജോലി ലഭിക്കാൻ തികച്ചും യോഗ്യരാണെന്നാണ്. പക്ഷെ ഇപ്പോഴും അവർ തൊഴിൽ രഹിതരാണ്. അത് വളരെ ആശങ്കാജനകമാണ്. പ്രധാന പ്രശ്നം ഞങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ സുരക്ഷയും അതുപോലെ ജോലിയും ആവശ്യമുണ്ട് എന്നതാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ യുവാക്കൾ നേരിടുന്ന പ്രധാന പ്രശ്നം അതാണെന്ന്. മാറ്റം വന്നാൽ കൊൽക്കത്തയിൽ വ്യവസായം വരുമെങ്കിൽ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ശരിയായ രീതിയിൽ ജോലി ലഭിക്കുമെങ്കിൽ മാറ്റം വരണം.
പണം കൊണ്ട് കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഒരു ജോലി കിട്ടിയാൽ എനിക്ക് ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ സാധിക്കും, എന്റെ അച്ഛനമ്മമാരുടെ കൂടെ നിൽക്കാൻ സാധിക്കും. ആ പണം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ലക്ഷ്മിയൂർ ഭണ്ഡാറിലെ ആ 1800 രൂപ കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയുമോ? 1800 രൂപ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ? അതെ, പാട്ടത്തിന് കൃഷി ചെയ്യാണ്. ഈ ഉരുളക്കിഴങ്ങെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഉരുളക്കിഴങ്ങിന് ഒരു വിലയില്ല, ഒന്നുമില്ല. എവിടെ നിന്ന് എന്തുണ്ടാകാനാണ്? ആ അലവൻസ് നൽകുന്നുണ്ട്, എന്തും വെറും അലവൻസ് കൊടുത്ത് എല്ലാവരും മിണ്ടാതിരിക്കുന്നു. യുവസമൂഹം മിണ്ടാതിരിക്കുകയാണ്, വേറൊന്നും ചെയ്യുന്നില്ല. ലക്ഷ്മീർ ഭണ്ഡാർ തൊഴിൽ രഹിതർക്ക് വേണ്ടിയുള്ളതല്ല, അത് ആളുകളെ കൂടുതൽ തൊഴിൽ രഹിതരാക്കുകയാണ്. യുവജനങ്ങൾ എന്ന നിലയിൽ അവർക്ക് വേണ്ടത്ര തൊഴിൽ ലഭിക്കുന്നില്ല. അധികാരത്തിലുള്ള പാർട്ടിയായ TMCP അത് നൽകുന്നുണ്ട്. യുവജനങ്ങൾക്ക് 1500 ഒരു നഷ്ടപരിഹാരമായി. അതിന് നൽകാൻ കഴിയാത്ത തൊഴിലിന് വേണ്ടിയുള്ള ഒരു നഷ്ടപരിഹാരമായിട്ടാണ് കൂടുതൽ. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള തൊഴിലില്ലായ്മ നിരക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പശ്ചിമ ബംഗാളിലെ തൊഴിലില്ലായ്മ നിരക്ക് വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂടാതെ ഈ സ്ഥിതിവിവര കണക്ക് നിങ്ങൾക്ക് ലഭ്യമാണ്. അതെ, നമ്മൾ ഇനിയും കൂടുതൽ ചെയ്യേണ്ടതുണ്ട്. അവർക്ക് ലഭിക്കുന്ന സാമൂഹിക വികസനത്തിനായുള്ള പണം കിട്ടിയിട്ടും നഗരങ്ങളിലെ സ്ത്രീകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി വിദ്യാസമ്പന്നരായ സ്ത്രീകൾ നിരാശരായിരുന്നു എങ്കിൽ തൃണമൂൽ കോൺഗ്രസ് നഗരങ്ങളിലെ സീറ്റുകളിൽ വിജയിക്കുമായിരുന്നില്ല. അവർ നിരാശരായിരുന്നുവെങ്കിൽ ഒന്നുകിൽ അവർ വോട്ട് ചെയ്യാൻ വരുന്നില്ല, അല്ലെങ്കിൽ അവർ വരുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ വരുന്നവർ വ്യക്തമായും ഞങ്ങളെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് 2.4 കോടി സ്ത്രീകൾക്ക്, അതായത് 24 ദശലക്ഷം സ്ത്രീകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നുവരെ ലഘി ഭണ്ഡാർ ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ 1500 ആണ്. കൂടാതെ SC/STക്ക് 1700 കിട്ടുന്നു. മനീഷ്, നിങ്ങൾ നോർത്ത് ബംഗാളിൽ ഉടനീളം യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു കൂട്ടം സ്ത്രീകളുമായി സംസാരിച്ചപ്പോൾ ചില അതിശയകരമായ കണ്ടെത്തലുകൾ ഞങ്ങളോട് പറയുകയായിരുന്നു, അല്ലേ? പ്രണയ്, ഞങ്ങൾ ഇതോടൊപ്പം ആസാമിലെ തെരഞ്ഞെടുപ്പും കവർ ചെയ്യുകയായിരുന്നു. ഇതിനു മുൻപ് ഞങ്ങൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കവർ ചെയ്തിരുന്നു. എനിക്ക് ഏറ്റവും വലിയ മാറ്റമായി തോന്നിയത് ബീഹാർ ആയാലും ആസാം ആയാലും. ആസാമിൽ ഓർ നൗദിൻ സ്കീം നിങ്ങൾക്കറിയാമല്ലോ, അവിടെ 40 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 9000 രൂപ നിക്ഷേപിച്ചു. എന്നാൽ അവിടെയും ഞങ്ങൾക്ക് പണം ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണം ലഭിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തെ ഞങ്ങൾക്ക് കാണാൻ കഴിയിരുന്നു. എന്നാൽ ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ഇപ്പോൾ കിക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഞങ്ങൾ കണ്ടത്, പ്രത്യേകിച്ച് നോർത്ത് ബംഗാളിൽ ഞങ്ങൾക്ക് കണ്ടുകിട്ടിയ ഏതൊരു BJP സപ്പോർട്ടറും പറഞ്ഞിരുന്നത്, ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഈ ലഖി ഭണ്ഡാർ ലഭിക്കുന്നുണ്ട്. ലഖി ഭണ്ഡാർ എനിക്ക് തോന്നുന്നു രാജ്യത്തെ ഏക സിംഗിൾ ഓൺ ഗോയിങ് സ്കീം ആയിരിക്കും അതിൽ ഗുണഭോക്താവ്. യുടെ എണ്ണം 2,40,00,000 2,40,00,000 എന്നത് വളരെ വലിയൊരു സംഖ്യയാണ്. ഞാൻ ഇവിടെ കണ്ട വ്യത്യാസം ഇതാണ്, ഇവിടെ ഒഴിവാക്കലില്ലായിരുന്നു, നിങ്ങളും ഞങ്ങളും കൂടി. എല്ലാവരും ശരിയാണ്. അതെ, കൂടാതെ 2000 അത് 24 ദശലക്ഷം സ്ത്രീകളാണ്. അതെ, മോനി ദിയുമുണ്ട്. 2021 തിരഞ്ഞെടുപ്പിൽ കൊറോണയുടെ 2ാം ഘട്ടമായിരുന്നു. അപ്പോൾ മോനി ദി എന്നെ വീണ്ടും വീണ്ടും സിലിഗുരി ഭാഗത്തേക്ക്, നോർത്ത് ബംഗാൾ ഭാഗത്തേക്ക് അയക്കുമായിരുന്നു. അക്കാലത്ത് ഞങ്ങൾ കണ്ടത് BJPക്ക് വേണ്ടി സ്ത്രീകളിലും ഒരു അഗ്രഷൻ ഉണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ ഇത്തവണ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്, ഞങ്ങൾ കണ്ടുമുട്ടുന്ന സ്ത്രീകൾക്കൊക്കെ ലഖി ഭണ്ഡാർ ലഭിക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾക്കും അറിയാമല്ലോ, എവിടെയൊക്കെ പണം കൈമാറ്റം നടക്കുന്നുവോ അവിടെ നിലവിലെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം കുറയുന്നു. എന്നാൽ നോർത്ത് ബംഗാൾ അവരുടെ പ്രഭവ കേന്ദ്രമാണ്, അത് അവരുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ ഇത്തവണ ഞാൻ കണ്ടത് മമതാ ബാനർജിക്ക് വേണ്ടി ഒരു ചായ്വ് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇവിടുത്തെയും, ഉദാഹരണത്തിന് ബീഹാറിലെയും ആസാമിലെയും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം ഇവ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാത്രമല്ല, പ്രഖ്യാപനത്തിന് അരമണിക്കൂർ മുൻപ് അല്പം വർദ്ധിച്ചെങ്കിലും. പക്ഷേ 5 പോലെയല്ല, 1000, 10000. ശരി, നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഇതുകൂടാതെ സ്ത്രീകളുടെ ഇടയിൽ വളരെ മുന്നിലാണ്. ബംഗാളിലെ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം നോക്കൂ. ആ സംസ്ഥാനം ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ പോളിംഗ് ശതമാനമുള്ള സംസ്ഥാനമാണത്. ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാൾ 1ാം സ്ഥാനത്താണ്, 82% സ്ത്രീകളുടെ പോളിംഗ് ശതമാനത്തോടെ. നിങ്ങൾ പട്ടികയുടെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 സംസ്ഥാനങ്ങൾ അല്ലാതെ
വളരെ ചെറിയ സംസ്ഥാനങ്ങളല്ല. 9ാമത്തേത് ഗുജറാത്താണ് 62%. അത് സ്ത്രീകളുടെ പോളിംഗ് ശതമാനത്തിൽ 20% കുറവാണ് ബംഗാളിനെ അപേക്ഷിച്ച്. ഉത്തർപ്രദേശിനും 62%. അതിനാൽ പോളിംഗ് ശതമാനം ഒരു 10%വുമായി ചേരുമ്പോൾ മുൻതൂക്കം വ്യത്യാസമുണ്ടാക്കുന്നു. സ്ത്രീകൾക്കിടയിലെ മുൻതൂക്കം ഒരു വ്യത്യാസമുണ്ടാക്കുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ, ബംഗാളും ആസാമും ഉൾപ്പെടെയുള്ള എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉയർന്ന പോളിംഗ് ശതമാനമാണുള്ളത്. ശരി, പക്ഷേ ഇത് വളരെ ഉയർന്ന ഒരു പോളിംഗ് ശതമാനമാണ്. പിന്നെ ശരി, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ലിംഗവിഭാഗത്തിൽ കാര്യമായ മുൻതൂക്കമുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കൂട്ടുകെട്ട് അത് നിങ്ങളെ ശരിക്കും എളുപ്പത്തിൽ ജയിക്കാൻ സഹായിക്കുന്നു. എന്തുകൊണ്ടാണ് പോളിംഗ് ശതമാനം ഇത്ര ഉയർന്നത്? ഞാൻ ഉദ്ദേശിച്ചത്, ഞങ്ങൾ ഈയിടെ ഗ്രാമങ്ങളിലെ സ്ത്രീകളോട് സംസാരിച്ചു. അവർ വളരെ രാഷ്ട്രീയ ബോധമുള്ളവരും ശക്തരുമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ അവർ സാമ്പത്തികമായി സ്വതന്ത്രരായതുകൊണ്ട്. ഞങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് പോലെയാണോ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? അപ്പോൾ അവർ പറയും, ഇല്ല, ഇദ്ദേഹമാണ്. എന്നിട്ട് അദ്ദേഹം പറയും, സത്യത്തിൽ അവൾ പറയുന്നത് പോലെയാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അത് ബംഗാളിലെ രാഷ്ട്രീയ സമാഹരണത്തിൻ്റെ ചരിത്രമാണ്. അതായത് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് ഞാനത് കണ്ടിട്ടുണ്ട്. എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തുന്നുവെന്ന് ഇടതുപക്ഷം ഉറപ്പാക്കുമായിരുന്നു. അതേ കാര്യം ഇപ്പോഴും സംഭവിക്കുന്നു. TMC പ്രവർത്തകർ എല്ലാവരും വലിയ തോതിൽ വോട്ട് ചെയ്യാൻ പോകുന്നു എന്ന് ഉറപ്പാക്കുന്നുണ്ട്. കൂടാതെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അവബോധവും വളരെ രാഷ്ട്രീയപരമായ സംസ്ഥാനം. അതെ, ഈ സംസ്ഥാനത്തെ അന്തരീക്ഷം ഒരുപക്ഷെ മറ്റു പലയിടങ്ങളിലും ആവർത്തിക്കപ്പെടാത്ത ഒന്നാണ്. തികച്ചും ശരിയാണ്. ശരി, ഓക്കെ. നമുക്ക് സ്ത്രീകളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലെ വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകത്തിലേക്ക് പോകാം. അത് മതപരമായ ഭിന്നതയാണ്. BJP പ്രചാരണത്തിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് ഹുസ്പേഡിയ ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണത്? ഡാറ്റ എന്താണ് പറയുന്നതെന്ന് നോക്കൂ. ബംഗാളിൽ ഒന്നാമതായി മുസ്ലിങ്ങളുടെ ശതമാനം വളരെ കൂടുതലാണ്. ജനസംഖ്യയുടെ 27% മുസ്ലിങ്ങളും 71% ഹിന്ദുക്കളുമാണ്. അത് 2011 സെൻസസ് ആണ്. ഇപ്പോൾ എന്താണ് അതിനർത്ഥം? അതിനർത്ഥം വാസ്തവത്തിൽ ഒരു വലിയ സംസ്ഥാനമായ ബംഗാളിലാണ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളുടെ ഏറ്റവും ഉയർന്ന 2ാമത്തെ ശതമാനം ഉള്ളത്. അസമിൽ 34%വുമായി അല്പം കൂടുതലാണ്. പക്ഷേ അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ ഛത്തീസ്ഗഡിലേക്കും ഒഡീഷയിലേക്കും പോയാൽ വെറും 2% മാത്രമാണ്. അപ്പോൾ ബംഗാളിൽ ശരിക്കും മുസ്ലിങ്ങൾ വളരെ കൂടുതലാണ്. അത് വോട്ടിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ആ വിഭജനം ഒന്ന് നോക്കൂ. വ്യത്യസ്ത മതവിഭാഗങ്ങൾ വളരെ വ്യത്യസ്തമായാണ് വോട്ട് ചെയ്യുന്നത്. 2021 അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ. ഹിന്ദു വോട്ട് TMCക്ക് 39% കിട്ടി. BJPക്ക് ഹിന്ദു വോട്ടിൻ്റെ 50%. മുസ്ലിം വോട്ട് TMCക്ക് 75% കിട്ടി. BJPക്ക് 7%. അപ്പോൾ അത്തരം കണക്കുകൾ അടിസ്ഥാനമാക്കി 7% താരതമ്യം ചെയ്യുമ്പോൾ 50% അവർ മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ ശ്രമിക്കണമോ അതോ കൂടുതൽ ഹിന്ദുക്കളെ കൂടെ നിർത്താൻ ശ്രമിക്കണമോ? BJPയുടെ തന്ത്രം എന്തായിരിക്കണം? TMCയുടെ തന്ത്രം എന്തായിരിക്കണം? നിങ്ങൾക്കറിയാമല്ലോ, BJP സ്വയം നിലയുറപ്പിച്ചിരിക്കുന്നത് ഹിന്ദുക്കളിലേക്ക് ചായുന്ന ഒരു പാർട്ടിയായിട്ടാണ്. പിന്നെ ചോദ്യം ഇതാണ്, മറക്കരുത്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബംഗാൾ വളരെ ധ്രുവീകരിക്കപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു. ഒന്നു മാത്രം, CPMോ കോൺഗ്രസോ അതൊരു വോട്ട് ബാങ്കായി ഉപയോഗിച്ചില്ല. ഇപ്പോൾ അതൊരു പ്രചരണ വിഷയമായി ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയുണ്ട്. അതുകൊണ്ട് BJP ഹിന്ദുക്കൾക്കിടയിൽ ഇത്രയും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതിൽ എനിക്ക് അതിശയമില്ല. അപ്പോൾ TMC പറയുകയാണ്, നമുക്ക് ചുരുങ്ങിയത് മുസ്ലിങ്ങളെയെങ്കിലും ഒരുമിപ്പിക്കാം. അപ്പോൾ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെയും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുകളെയും കുറിച്ചുള്ള ദുഃഖകരമായ കാര്യങ്ങളിലൊന്ന് സ്നേഹത്തേക്കാൾ വളരെ നന്നായി വെറുപ്പ് പ്രവർത്തിക്കും എന്നതാണ്. നിങ്ങൾ പാർലമെൻറ്റിൽ പോയി ആരെയെങ്കിലും കെട്ടിപ്പിടിക്കുന്നു. സ്വിങ്ങിൽ ഒരു സ്വാധീനവുമില്ല. നിങ്ങൾ തീർച്ചയായും ആരെങ്കിലും അത് ലോകമെമ്പാടും സംഭവിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഈ നുഴഞ്ഞുകയറ്റക്കാർ അകത്തേക്ക് വരുന്നുണ്ട്. യൂറോപ്പിലും അവർ അത് ഉപയോഗിക്കുന്നുണ്ട്. വിദ്വേഷം കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നു. ഒരു പരിധിവരെ രണ്ടുപേരും വിദ്വേഷം ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിദ്വേഷം എന്ന് പറയേണ്ട, ഭയം എന്ന് പറയാം.
മമത പറയുന്നത് കേന്ദ്രം ഭരണം പിടിച്ചെടുക്കുമെന്നും ബംഗാളിക്ക് പകരം ഹിന്ദിയോ ഗുജറാത്തിയോ ആക്കുമെന്നും ഈ പുറത്തു നിന്നുള്ളവർ വരുമെന്നുമുള്ള ഭയമാണ്. അതും ഭയമാണ്. അതുകൊണ്ട് രണ്ടുപേരും ഒരു തരത്തിൽ. അതുകൊണ്ടാണ് ഇതൊരു പ്രക്ഷുബ്ധമായ പ്രചാരണമായത്. മമതാ ബാനർജി ധ്രുവീകരിക്കാൻ ശ്രമിക്കുക. അവർ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുക. മമതാ ബാനർജി വർഗീയവാദിയാണ്. അവരുടെ അജണ്ട വർഗീയമാണ്. അവരുടെ പ്രീണന രാഷ്ട്രീയത്തിലൂടെ മുസ്ലിം വോട്ട് ബാങ്ക് ഏകീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. എന്നാൽ ഇടയ്ക്കിടെ നുഴഞ്ഞുകയറ്റക്കാർ അഭയാർത്ഥികൾ വരുന്നുണ്ട്. അതൊരു യഥാർത്ഥ പ്രശ്നമാണ്. പക്ഷേ ഇത് മുസ്ലിം വിരുദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഞങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ്. അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങൾ ഇന്ത്യൻ അല്ലാത്ത മുസ്ലിങ്ങൾക്ക് എതിരാണ്. നുഴഞ്ഞുകയറ്റക്കാരായവർക്ക്, പ്രത്യേകിച്ച് രോഹിംഗ്യൻ ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ BJP നേതാക്കളുടെ പ്രസംഗങ്ങൾ, വളരെ വിവേചനപരമായ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ ഒരു പ്രത്യേക സമുദായത്തെ നീക്കം ചെയ്യുമെന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. ഈ നടപടിക്രമം തുടങ്ങി ഞങ്ങൾ ഫോമുകൾ പൂരിപ്പിക്കാൻ തുടങ്ങിയ വളരെ തുടക്കത്തിൽ തന്നെ ആ സമയത്ത് BJP നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് 1 കോടി പേരെ ഒഴിവാക്കാൻ പോകുന്നു എന്നാണ്. അതുകൊണ്ട് അവർ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധ്രുവീകരണം നടത്തുകയായിരുന്നു. പിന്നെ അത് തെളിയിക്കപ്പെട്ടതാണ്. നിങ്ങൾ ഉദാഹരണത്തിന് പ്രധാനമായും മുസ്ലിം ഭൂരിപക്ഷമുള്ള മാൽഡയിലെയോ മുർഷിദാബാദിലെയോ ഡാറ്റ നോക്കുകയും കേസുകളുടെ എണ്ണം നോക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കാണാം ലക്ഷക്കണക്കിന് കേസുകൾ തീർപ്പ് കൽപ്പിക്കലിനായി പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് 11 ലക്ഷം തീർപ്പ് കൽപ്പിക്കലിനായി. ഞങ്ങൾ ഞങ്ങളുടെ അച്ഛൻ്റെ, അമ്മയുടെ, ഞങ്ങളുടെ സ്വന്തം, ഞങ്ങളുടെ മുത്തച്ഛൻ്റെ, മുതുമുത്തച്ഛൻ്റെ എല്ലാവരുടേതും കാണിക്കുന്നുണ്ട്. എന്നിട്ടും ഞങ്ങളെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ എവിടെ പോകും? ആരോട് പറയും? ആളുകൾ ഞങ്ങളോട് നിങ്ങൾ ബംഗ്ലാദേശിയാണ്, നിങ്ങൾ പാകിസ്ഥാനിയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം ദുഃഖമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ഇവിടെ ബംഗ്ലാദേശിൻ്റെ വോട്ടൊന്നുമില്ല. 4 തലമുറ 5 തലമുറയായി ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഇവിടെ താമസിച്ചു വരുന്നവരാണ്. ഇവരുടെ ഒക്കെ തലയിൽ എന്താണ് നടക്കുന്നതെന്ന് ആർക്കറിയാം? എന്തിനാണ് വെട്ടിയതെന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ആളുകൾ ബംഗ്ലാദേശി, റോഹിംഗ്യ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ 14 തലമുറ കഴിഞ്ഞു പോയി. തുടക്കം മുതലേ ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ ഇവിടെയുണ്ട്. 100-200 വർഷങ്ങളായി ഞങ്ങൾ ഈ പശ്ചിമ ബംഗാളിലുണ്ട്. ഞങ്ങൾ ഇന്ത്യയിലാണ്. പക്ഷേ ഇപ്പോൾ എന്ത് കാരണത്താലാണ് വെട്ടിയതെന്ന് ആർക്കറിയാം? ആ BJPയെ അനുകൂലിക്കുന്നവരുണ്ടല്ലോ, അവർ പറയും അതെ ഇവർ നുഴഞ്ഞു കയറ്റക്കാരാണ്, ബംഗ്ലാദേശികളാണ് എന്ന്. ഇനി അവരെ ഓടിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. അവർക്ക് സന്തോഷമാണ്. ഞങ്ങളുടെ ചോര തിളയ്ക്കുകയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങളുടെ പൂർവികർ ജീവൻ നൽകി, സംഭാവന നൽകി, അധ്വാനം നൽകി, എല്ലാം ചെയ്തു. എന്നിട്ട് ഞങ്ങളെ നുഴഞ്ഞു കയറ്റക്കാരാണെന്ന് പറയുന്നു. ഞാനൊരു പൂ മാർക്കറ്റിൽ പോയി, കൊൽക്കത്തയിലെ മൊത്തക്കച്ചവട പൂ മാർക്കറ്റിൽ. എന്നിട്ട് ഖുസ്പൈഠ്യ എന്ന പദം ഒരുപാട് തവണ ഉപയോഗിക്കപ്പെട്ടു. എല്ലാവരും സംസാരിച്ചിരുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഒരുപക്ഷെ അതിൽ കുറച്ച് സത്യമുണ്ടാകാം എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഈ പദം ഇതിനു മുൻപ് ആരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ പെട്ടെന്ന് ഇത് വളരെ സാധാരണമായ ഒരു പദമായി മാറിയിരിക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയാമോ, മമതാ ബാനർജിയും TMCയും BJPയുടെ തന്ത്രപുസ്തകത്തിൽ നിന്ന് ചിലത് കടമെടുത്തിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ ദിഖയിൽ ഒരു ജഗന്നാഥ ക്ഷേത്രം പണിയുന്നു. നിങ്ങൾ ഒരു വലിയ സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുകയാണ്. അതുകൊണ്ട് അവർ കൂടെ നിർത്താൻ ശ്രമിക്കുകയാണ്. മാ ദുർഗ, കൂടുതൽ ഹിന്ദുക്കളെ. അല്ലെങ്കിൽ നിങ്ങൾ ഇമാമിന് ഭത്ത നൽകുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എവിടെയോ ഇല്ല. പക്ഷേ അവർ പറയുന്നത് TMC എന്നാൽ ക്ഷേത്രം, മസ്ജിദ്, പള്ളി എന്നാണ്. അതുകൊണ്ട് പക്ഷെ നിങ്ങൾ സീറ്റുകൾ നോക്കുകയാണെങ്കിൽ ശരി, ഏകദേശം 88-89 സീറ്റുകളുണ്ട്. അവിടെ മുസ്ലിം ജനസംഖ്യ 30%. അവരവ തൂത്തുവാരുന്നു ആ 86 എണ്ണവും TMC. പക്ഷേ ഹിന്ദു സീറ്റുകളിലും അവർ അത്ര മോശമാക്കുന്നില്ല. അവർക്ക് അവയിൽ നിന്നും 63% ലഭിച്ചു. ഇപ്പോൾ അവർക്ക് അതിൽ കുറച്ച് നഷ്ടപ്പെട്ടിരിക്കാം. അതുകൊണ്ടാണ് അവരുപയോഗിക്കുന്ന പ്രചാരണം ഈ ആളുകളും പുറത്തു നിന്നുള്ളവരാണ് എന്നുള്ളത്. ന്യൂനപക്ഷ സമുദായത്തിലെ ചിലരെ നിങ്ങൾക്ക് വവിളിക്കാം. കൃത്യം, അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം നിങ്ങൾ ഗുസ്പേത്തിയ എന്ന് പറയുമ്പോൾ അത് പുറത്തു നിന്നുള്ള ഒരാളാണ്.
പക്ഷേ അവർ BJP പരാമർശിക്കുന്നത് മുസ്ലിം ഗുസ്പേത്തിയകളെ മാത്രമാണ്. അതെ, മറ്റുള്ള അവരുടെ പ്രതിരോധം എന്നത് പറയുക എന്നതാണ് ഹിന്ദുക്കൾ അല്ല, നിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ്. ഹിന്ദുക്കളും ഗുസ്പേത്തിയകളാണ്. എൻ്റെ കുടുംബം വന്നത് ബാരിസാലിൽ നിന്നാണ്. അപ്പോൾ ഞാനൊരു ഹിന്ദു ആയിരുന്നിട്ടും ഒരു ഗുസ്പേത്തിയാണോ? അല്ല, കാരണം ഞാനൊരു മുസ്ലിം അല്ലാത്തതുകൊണ്ട് ഞാനൊരു ഹുസ്പേത്തിയ അല്ല. നിങ്ങളത് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? അതെ, അപ്പോൾ മമതയുടെ പ്രചാരണം എന്നത് നിങ്ങൾ പുറത്തു നിന്നുള്ളവരാണെന്നും നിങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഇവിടേക്ക് വന്നവരാണെന്നും പറയുന്നതാണ്. ആ ഒരു സമയത്ത് മാത്രമാണ് BJP ശരിക്കും പ്രചാരണം നടത്തുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു, പ്രചാരണം കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകും. നിങ്ങൾ ഇവിടത്തുകാരല്ല, നിങ്ങൾ മറ്റൊരു സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എല്ലാ നേതാക്കളും വരുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. അതെ, ഒരു ഹിന്ദു സംസ്കാരം. അതുകൊണ്ട് അവരവരെ ഗുസ്പേത്തിയകൾ എന്ന് വിളിക്കുന്നു. അതെ, മനസ്സിലായി. ശരി, പക്ഷേ ഹിന്ദു മുസ്ലിം എന്നതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദുക്കൾക്കിടയിലും വളരെ വലിയൊരു ഭിന്നതയുണ്ട്. യഥാർത്ഥത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് മുന്നോക്ക ജാതിക്കാർക്കിടയിൽ നിന്നാണ്. മുന്നോക്ക ജാതിക്കാർക്കിടയിൽ BJPയുടെ പിന്തുണ 59%. OBCക്കാർക്കിടയിൽ അത് 54%. എന്നാൽ ദലിതരുടെയും ആദിവാസികളുടെയും കാര്യത്തിൽ അത് 44% താഴുന്നു. അതുകൊണ്ട് ഒരു ജാതിപരമായ ഭിന്നതയുമുണ്ട്. പ്രണോയ്, ഈ BJP ഇവിടെ വന്നപ്പോൾ അക്കാലം വരെ വിശ്വസിച്ചിരുന്നത് ഇവിടെ ജാതി രാഷ്ട്രീയം ഇല്ല എന്നായിരുന്നു. എന്നാൽ അവർ എവിടെയോ UP, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് അല്പം കടം കൊണ്ടു. എന്നിട്ട് അവർ OBC, ദലിത് വിഭാഗങ്ങളെ ഒരു തരത്തിൽ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചു. കൂടാതെ രാജ്ബൻഷി സമുദായം, മധുവ സമുദായം എന്നിവർക്കിടയിലേക്ക് അവർ എത്തിച്ചേർന്നു. കൂടാതെ 2019ലെയും 2021ലെയും അവരുടെ വിജയമെന്നത് ഈ രണ്ട് സമുദായങ്ങളെയും അവർക്കായി ഏകോപിപ്പിച്ചതും മുൻപ് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒപ്പം നിന്നിരുന്ന TMC വിരുദ്ധ വോട്ടായിരുന്ന മുന്നോക്ക ജാതിക്കാരുടെ വോട്ട് BJPയിലേക്ക് മാറിയതുമാണ്. എന്നാൽ ഇത്തവണ നമ്മൾ കണ്ടു, പ്രത്യേകിച്ച് നോർത്ത് ബംഗാളിൽ അവിടെ രാജ്ബൻഷി സമുദായത്തിന് കാര്യമായ സ്വാധീനമുണ്ട്. ഒരുപാട് അസംബ്ലി നിയോജക മണ്ഡലങ്ങളുണ്ട്. അവിടെ അവരുടെ വോട്ട് ശതമാനം 40% വരെയാണ്. എന്നാൽ കഴിഞ്ഞ 2-3 വർഷമായി മമതാ ബാനർജി ഒരുപാട് അവരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ആ സമുദായങ്ങളിൽ എവിടെയൊക്കെയോ BJPയുടെ വോട്ട് ബാങ്കിന്റെ ഏകോപനത്തിൽ ഒരു വിള്ളൽ കാണാമായിരുന്നു. BJP ഒന്നും തന്നെ ചെയ്തിട്ടില്ല. രാജ്ബൻഷി ആളുകൾക്ക് വേണ്ടി നാരായണി ബറ്റാലിയൻ ഉണ്ടാക്കാൻ ഒരു ശ്രമം ഉണ്ടായിരുന്നു. ശരിയാണ്, ശ്രമിച്ചിരുന്നു. ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ദീദി, നമ്മുടെ സർക്കാർ നാരായണി ബറ്റാലിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഹെഡ് ഓഫീസ് മെഗ്ലിഗഞ്ചിലാണ്. കൂടാതെ രാജ്ബൻഷികൾക്കായി ദീദി ചെയ്തത് ഭാഷയ്ക്കായി ഭാഷാ അക്കാദമി ഉണ്ടാക്കി. സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 200 രാജ്ബൻഷി സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരി, പിന്നെ രാജ്ബൻഷി ഡെവലപ്മെന്റ് കൾച്ചറൽ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്ബൻഷി ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. 2019 ഞങ്ങൾക്ക് എത്ര വോട്ട് കിട്ടിയോ അതിനേക്കാൾ പല മടങ്ങ് കൂടുതൽ വോട്ട് 2024 കിട്ടി. എന്നാൽ കോൺഗ്രസിൻ്റെയും TMCയുടെയും CPPIMൻ്റെയും മറ്റ് പാർട്ടികളുടെയും വോട്ട് നേർപ്പിച്ച രീതിയും അതോടൊപ്പം ബ്യൂറോക്രാറ്റിക് അട്ടിമറിയും കാരണം ഞങ്ങൾക്ക് ഇവിടെ പരാജയപ്പെടേണ്ടി വന്നു. ഏകദേശം നുഴഞ്ഞുകയറ്റം നടന്ന രീതിയും ഗോസ്റ്റ് വോട്ടർമാർ വർദ്ധിച്ചതും, അതായത് 2019നും 2024നും ഇടയിലുള്ള ഈ 5 വർഷത്തിനുള്ളിൽ ഏകദേശം ഇവിടെ മുസ്ലിം വോട്ടിൻ്റെ ശതമാനം 15 മുതൽ 16% വരെ വർദ്ധിച്ചു. ഹിന്ദു വോട്ടും BJPക്ക് പിന്നിൽ ഏകീകൃതമായിട്ടില്ല. മുന്നോക്ക ജാതിക്കാർ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നു. ആദിവാസികളും പട്ടികജാതിക്കാരും അങ്ങനെയല്ല. എന്നാൽ OBCക്കാർ, അവർ രസകരമാണ്. അവർ മുന്നോക്ക ജാതിക്കാരെ പോലെ അത്രയധികം BJPയെ പിന്തുണയ്ക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും തികച്ചും ഉറച്ച പിന്തുണക്കാരാണ്. ആ മുന്നണിയിൽ എന്താണ് സംഭവിക്കുന്നത്? അത് അവിടെ തികച്ചും സങ്കീർണമാണ്, അല്ലേ? ഇത് കോടതിയിൽ അവസാനിച്ച വളരെ സങ്കീർണമായൊരു വിഷയമാണ്. അതുകൊണ്ട് ഇത് ഒരുപാട് നിയമപരമായ കാര്യങ്ങളാണ്. നമുക്കത് ഒഴിവാക്കി കാര്യത്തിലേക്ക് കടക്കാം. അടിസ്ഥാനപരമായ കാര്യം എന്തെന്നാൽ 2021 നമ്മൾ കണ്ടത് BJP മധുവാസിനിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ്. ഇപ്പോൾ മധുവ എന്നത് ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് വന്ന് അവർ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയ ഒരു ഹിന്ദു സമൂഹമാണ്. കൂടാതെ അവർ, നിങ്ങൾക്കറിയാമോ, 40 മുതൽ 80 സീറ്റുകൾ വരെ വോട്ടിനെ സ്വാധീനിക്കുന്നുമുണ്ട്. അതുകൊണ്ട് BJP അവരെ പ്രീണിപ്പിച്ചു. അവർക്കതിന് ഗുണമുണ്ടായി. ഇപ്പോൾ ആ പ്രത്യേക വോട്ടിനായുള്ള പോരാട്ടം തുടരുകയാണ്.
അവിടെയാണ് OBC-കളും കടന്നു വന്നത്. എല്ലാത്തിൻ്റെയും 17% OBC-കൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. അതിലൊരു ഭാഗം മുസ്ലിം OBC-കളാണ്, അതിലൊരു ഭാഗം ഹിന്ദു OBC-കളാണ്. അത് ഏറ്റുമുട്ടലിനും ആശയക്കുഴപ്പത്തിനും കാരണമായി. കാരണം ഹൈക്കോടതി അടിസ്ഥാനപരമായി OBC-ക്ക് കീഴിലുള്ള മുസ്ലിങ്ങളുടെ സംവരണം റദ്ദാക്കി. അതെ, അതൊരു തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിഷയമായേക്കാം. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലും അത് കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും അവർക്ക് സംവരണം ലഭിക്കാത്തതും തുടങ്ങിയവ കാരണമാണ്. മധുവകൾക്ക് BJP-യോട് അല്പം ദേഷ്യവും വിഷമവുമുണ്ടോ? എന്തെങ്കിലും മാറ്റമുണ്ടോ? നോക്കൂ, മധുവകൾ അസ്വസ്ഥരും ദേഷ്യത്തിലുമാണ്. കാരണം അവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി. കൂടാതെ BJP അവരുടെ പൗരത്വത്തിനായി CAA എന്ന പ്രലോഭനം നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് അവർക്ക് പൗരത്വം വേണമെങ്കിൽ അവർ CAA ഉപയോഗിക്കുകയും അവർക്ക് പൗരത്വം ലഭിക്കുകയും ചെയ്യും. അതിനർത്ഥം ഒരുപക്ഷെ അവർ ഈ തവണ വോട്ട് ചെയ്യില്ല, എന്നാൽ ഭാവിയിൽ ചെയ്യുമെന്നാണ്. അത് BJP നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. TMC അതിനെ വളരെ ശക്തമായി ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മധുവകൾ നിങ്ങൾക്കറിയാം ഒരു തുണയുമില്ലാതെ നിൽക്കുന്ന ഒരു സമുദായമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പുകളെ ബാധിച്ചേക്കാം. ഇല്ല, CAA-യുടെ പ്രശ്നം എന്തെന്നാൽ അത് ലഭിക്കുന്നതിനായി വീണ്ടും ഒരുപാട് രേഖകളുമായി വരേണ്ടി വരും എന്നതാണ്. ഇനി ആ രേഖകൾ ലഭിക്കാൻ, അത് കിട്ടാനായി നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകണം. നിങ്ങൾക്കറിയാമോ, അവരിൽ ചിലർ 1-2 തലമുറകൾക്ക് മുൻപ് ഇങ്ങോട്ട് താമസം മാറിയവരാണ്. നിങ്ങളുടെ കയ്യിൽ ആ രേഖകളില്ല. രണ്ടാമതായി, ഇതുവരെ പിന്തുടർന്ന നടപടിക്രമം വഴി വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ പൗരത്വത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. പക്ഷെ കാര്യം CAA-യുടെ നിർവചനമാണ്. മുസ്ലിങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഗുസ്പേത്തിയകളാണ്. എന്നാൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഹിന്ദുക്കൾ അഭയാർത്ഥികളാണ്. അവരോട് അതുപോലെ തന്നെ പെരുമാറുകയും ചെയ്യും. ഞങ്ങളുടെ അതിർത്തി സംസ്ഥാനമാണ്, നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ട്. ഇന്നല്ല 40 വർഷമായി, വിഭജനത്തിന് ശേഷം ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആളുകൾ ഇവിടെയുണ്ട്. പിന്നെ വന്ന ഹിന്ദുക്കളുടെയും കയ്യിൽ രേഖകളില്ല. ഞങ്ങൾ CAA-യിൽ അവരോട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് ചെയ്യാത്തവർ യോഗ്യരല്ല. ഇത് സാധാരണ നടപടിക്രമത്തിലൂടെയാണ് നടന്നത്. ഇനിയും കൂടുതൽ പേർ പോകാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബംഗാളിലെ മതപരമായ ഭിന്നതയിൽ തന്നെ അല്പനേരം നിൽക്കാം. തിരഞ്ഞെടുപ്പ് ഭൂപടത്തിലേക്ക് ഒന്ന് നോക്കൂ. ഭരണപരമായ ഭൂപടത്തിലേക്ക് നോക്കരുത്. തെരഞ്ഞെടുപ്പ് ഭൂപടം നോക്കൂ, അതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും. ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ കേന്ദ്രീകരണം. എവിടെയാണോ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അവിടെ BJP ആധിപത്യം സ്ഥാപിക്കുന്നു. ഹിന്ദുക്കൾക്ക് ഉയർന്ന ശതമാനമുള്ള പ്രദേശങ്ങൾ നോക്കൂ, അത് വടക്കാണ്. തെക്ക് മധ്യഭാഗത്ത് 86% ഹിന്ദുക്കൾ, കിഴക്കുള്ള ചെറിയ പ്രദേശത്ത് 87% ഹിന്ദുക്കൾ. ഈ 3 മേഖലകളിൽ ആദ്യം വടക്ക് നോക്കാം. 43 സീറ്റുകളിൽ BJP-ക്ക് 28 ലഭിക്കുന്നു. സൗത്ത് സെൻട്രലിൽ 35 സീറ്റുകളിൽ നിന്ന് BJP-ക്ക് 35-ൽ 27 ലഭിച്ചു. കിഴക്ക് 16 സീറ്റുകളിൽ നിന്ന് BJP-ക്ക് 13 ലഭിച്ചു. അതുകൊണ്ട് എവിടെയൊക്കെ ഹിന്ദുക്കളുടെ സാന്ദ്രത കൂടുതലുണ്ടോ അവിടെയൊക്കെ തിരഞ്ഞെടുപ്പിലും ഭൂമിശാസ്ത്രപരമായും BJP മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇനി ഹിന്ദുക്കളുടെ സാന്ദ്രത കുറവുള്ള പ്രദേശങ്ങൾ നോക്കാം. ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ ശതമാനം കുറവുള്ള പ്രദേശങ്ങളിൽ TMC ആധിപത്യം സ്ഥാപിക്കുന്നു. ഈ പ്രദേശങ്ങൾ നോക്കൂ. കൊൽക്കത്തയിലൂടെ താഴേക്കുള്ള മുഴുവൻ സെൻട്രൽ ബെൽറ്റ്. മധ്യമേഖലകളിൽ 73 സീറ്റുകൾ, ഹിന്ദുക്കൾ വെറും 56% മാത്രം. ഇത് സംസ്ഥാന ശരാശരിയേക്കാൾ വളരെ കുറവാണ്. തെക്ക് ഭാഗത്ത് ഹിന്ദുക്കൾ 75%. തെക്ക് പടിഞ്ഞാറ് ആദിവാസികളുടെ ശതമാനം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആദിവാസികളല്ലാത്ത ജനസംഖ്യ 66% മാത്രമാണ്. ഇനി തെരഞ്ഞെടുപ്പ് ഭൂപടത്തിൽ ഇത് എങ്ങനെയാണ് പ്രകടമാകുന്നതെന്ന് നോക്കാം. TMC ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന പ്രദേശങ്ങൾ നോക്കൂ. മധ്യമേഖലയിൽ 73 സീറ്റുകളിൽ 67 TMC നേടുന്നു. ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഇവിടെ ഹിന്ദുക്കൾ കുറവാണ്. തെക്ക് ഭാഗത്ത് 101 സീറ്റുകളിൽ 98 TMC നേടുന്നു. മുഴുവൻ കൽക്കട്ടയും തെക്കും. പിന്നെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത്, അതാണ് ഏറ്റവും രസകരമായതും ആളുകൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്തതും, ആകെയുള്ള 26 സീറ്റുകളിൽ 25 സീറ്റുകളും TMC നേടി. അപ്പോൾ ദൊറാബ്, നമ്മൾ ഭരണപരമായ ഭൂപടങ്ങളിലല്ലാതെ ഈ തിരഞ്ഞെടുപ്പ് ഭൂപടങ്ങളിലാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളെ അങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, അല്ലേ? എന്തൊരു വ്യത്യാസമാണ് അത് ഉണ്ടാക്കുന്നത്. അതെ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഭരണപരമായ പ്രദേശങ്ങൾക്ക് പകരം
തെരഞ്ഞെടുപ്പ് പ്രദേശങ്ങൾ വേർതിരിക്കണം. കാരണം അവ ജനസംഖ്യയുടെ വോട്ടിംഗ് രീതികളും മതപരമായ രീതികളും ജനസംഖ്യയുടെ ജാതിപരമായ രീതികളും പ്രതിഫലിപ്പിക്കുന്നു. ശരി. അപ്പോൾ ശിഖ, നിങ്ങൾ സംസാരിച്ച ആളുകളിൽ ഈ ഹിന്ദു മുസ്ലിം ഭിന്നത നിങ്ങൾ കണ്ടെത്തിയോ? പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കൂടുതൽ മുസ്ലിം പാർട്ടികൾ മത്സരിക്കുകയാണെങ്കിൽ അത് വോട്ട് ഭിന്നിപ്പിക്കുമെന്ന് അവർക്ക് തോന്നി. ഉദാഹരണത്തിന് ഇന്ത്യൻ സെക്യുലർ ഫോഴ്സ് നിങ്ങൾ സന്ദർശിച്ച ഇടം. അതെ, അത് 2021 തിരഞ്ഞെടുപ്പുകളുടെ സമയത്ത് തുടങ്ങിയതാണ്. അവർ ഒരു സീറ്റ് നേടി. ഇത്തവണ അവരൊരു പങ്കാളിത്തത്തിലാണ്. അവർ CPIM-മായി പങ്കാളിത്തത്തോടെയാണ് മത്സരിക്കുന്നത്. അതൊരു പ്രശ്നങ്ങളുള്ള പങ്കാളിത്തമാണ്. പക്ഷേ അവർ CPIM-നൊപ്പം തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ മനീഷ്, യഥാർത്ഥത്തിൽ ബംഗാളിൽ അവരെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തിയോ? യഥാർത്ഥത്തിൽ ദൈനംദിന ശത്രുതയും അക്രമവും ഇല്ല. അതിന് മാറ്റം വരുന്നുണ്ടോ? സമൂഹത്തിൽ ഒരു സംഘർഷാവസ്ഥയുണ്ട്. ഞാനതിൻ്റെ ഒരു ഉദാഹരണം തരാം. ഞങ്ങൾ നോർത്ത് ബംഗാളിലായിരുന്നപ്പോൾ രാമനവമി ഉത്സവം വന്നിരുന്നു. അങ്ങനെ രാമനവമി ഉത്സവത്തിൽ ഞങ്ങൾ ഒരുപാട് BJP ആളുകളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ആളുകൾ വാളുകളും മറ്റ് തോക്കുകളും ഉപയോഗിച്ച് പ്രതിഷേധിക്കുന്ന രീതി, കൂടാതെ രാമനവമി ഒരു ഒറ്റത്തവണത്തെ ഒരു ദിവസത്തെ മത്സരം പോലെയാണ്. എന്നാൽ അവിടെ അത് 3 ദിവസം 4 ദിവസം ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ ചില BJP അനുയായികൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സംസ്കാരമല്ലെന്ന്. ഇവിടെ ഞങ്ങൾക്ക് ഒരു പൂജയുണ്ട്. BJP ഇതര അനുയായികൾ അല്ല, അവർ BJP അനുയായികളാണ്. അവർ ഉത്തരേന്ത്യൻ ഉത്സവങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. എന്താണിത്? രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ ഇത് അവർക്കെതിരെ, പുറത്തു നിന്നുള്ളവർക്കെതിരെ പ്രവർത്തിക്കുമോ? BJP അനുഭാവികൾക്കിടയിൽ ഒരു ഭിന്നതയുണ്ട്. ഇവിടെയുള്ള പുറത്തു നിന്നുള്ളവർ BJP രാഷ്ട്രീയത്തിന് വേണ്ടി BJP ഇപ്പോഴും പുറത്തു നിന്നും ഒരുപാട് പേരെ കൊണ്ടുവരുന്നു. എന്നിട്ട് അവരോട് കാര്യങ്ങൾ കൽപ്പിക്കുന്നു, അവരെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് പുറത്തു നിന്നുള്ളവർ വരുന്നതിനെക്കുറിച്ച് BJP-യിലും ഭിന്നതയുണ്ട്. BJP സർക്കാർ ചെയ്യുന്നത് മതവികാരം ഇളക്കിവിട്ട് വോട്ട് നേടാൻ ശ്രമിക്കുകയാണ്. അതായത് വികസനത്തിന്റെ പേരിൽ അവർ വോട്ട് നേടുന്നില്ല, അവർ മതവികാരം ഇളക്കിവിട്ടാണ് ആ വോട്ട് വാങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ പശ്ചിമ ബംഗാളിൽ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഈ BJP നശിപ്പിക്കുകയാണ്. ഈ പശ്ചിമ ബംഗാളിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ ജീവിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വികസനത്തിന്റെ പേരിലായിരിക്കണം, വികസനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം വോട്ടെടുപ്പ്. ആര് വികസനം ചെയ്യുന്നോ ആ വോട്ട് ആ ശതമാനം കൂടുതലായിരിക്കും. പക്ഷേ മതവികാരം ഇളക്കിവിട്ട് വോട്ട് നേടാൻ കഴിയില്ല. ഇപ്പോഴത്തെ വിഷയം എനിക്ക് തോന്നുന്നത് ബംഗാളി സ്വത്വത്തെക്കുറിച്ചാണ്. പിന്നെ അതെ, ഒരു പാർട്ടിയെ ബംഗാളിലേക്ക് വരുന്ന ബംഗാളി സ്വത്വത്തെ ഒറ്റപ്പെടുത്താനും ബംഗാളികളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും ശ്രമിക്കുന്ന ഒരു പുറത്തുനിന്നുള്ള പാർട്ടിയായി എങ്ങനെ വ്യക്തമായി കാണുന്നു എന്നത്. അടുത്തിടെ നമ്മൾ കണ്ടതുപോലെ ബംഗാളിന്റെ ഭാഗമല്ലാതിരുന്ന ഒരുപാട് മുഖ്യധാര ഇന്ത്യൻ സാംസ്കാരിക ആഘോഷങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ രാമനവമി പോലെ ഒരു പാർട്ടിയെയും ഒരു തരത്തിൽ നല്ലതായി ഞാൻ കാണുന്നില്ല. പക്ഷേ ഒരു പാർട്ടി കൂടുതൽ ദുഷിച്ചതാണ്, മറ്റേത് തിന്മ കുറഞ്ഞതുമാണ്. പശ്ചിമ ബംഗാളിലെ ആഭ്യന്തര രാഷ്ട്രീയവും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ബാഹ്യ രാഷ്ട്രീയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം മാനസികാവസ്ഥകളും പ്രശ്നങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. രാമനവമിയുടെ ശോഭായാത്ര ഞങ്ങൾ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല. രാമനും സീതയുമായി വേഷം കെട്ടിയിട്ടുണ്ട്, രാധയും കൃഷ്ണനുമായി വേഷം കെട്ടിയിട്ടുണ്ട്, എല്ലാ വേഷങ്ങളും കെട്ടിയിട്ടുണ്ട്. എല്ലാം ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. പക്ഷേ ഇതിനു മുൻപ് ഇന്നുവരെ ഇങ്ങനെയൊരു കാര്യമേ ഉണ്ടായിട്ടില്ല. ഈദിനും അവിടെ നോക്കൂ, കിലാ ബഗാനിൽ വളരെ വലുതായി ഈദും ആഘോഷിക്കാറുണ്ട്. ബർദല ബഡാ ബസാറിൽ വലിയ ശോഭായാത്രയും നടക്കാറുണ്ടായിരുന്നു. രാമനവമിയുടെ അങ്ങനെ ഒരു കാര്യമേ ഇല്ലായിരുന്നു. ഇതിനു മുമ്പ് ഇന്നുവരെ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അന്ന് പഞ്ചാബി മഹാജതിക്കാർ രാവണനെയും കത്തിക്കുമായിരുന്നു, രാംലീല മറക്കുമായിരുന്നു. അങ്ങനെയൊരു വിഷയമേ ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് നടക്കുന്നുണ്ട്. മതത്തിന്റെ പേരിൽ വെറുപ്പ് പരത്തുന്നത് ഏത് പാർട്ടിയാണോ അത് നിർത്തണം. ഞങ്ങൾക്ക് വെറുപ്പ് വേണ്ട, ഞങ്ങൾക്ക് സ്നേഹം വേണം. ഞങ്ങൾ ബംഗാളി ഭാഷ നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ BJP സർക്കാർ, മോദി, അവർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശരി, ഇതുകൊണ്ട് ഒന്നും നടക്കില്ലല്ലോ. രാജ്യം മുന്നോട്ടു പോകില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ നമ്മളെ. രാജ്യം സ്വതന്ത്രമായപ്പോൾ എല്ലാവരുടെയും സംഭാവന ഉണ്ടായിരുന്നു. ഹിന്ദുവായാലും മുസ്ലിം ആയാലും ബുദ്ധമതക്കാരനായാലും നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും. പക്ഷേ ബാജ് ഇങ്ങനെ വിഭജിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്, അല്ലേ?
TMCക്ക് നല്ല പ്രകടനമുള്ള നിങ്ങൾ പറഞ്ഞ 2-3 മേഖലകളിൽ BJPയും അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല. അവർക്ക് 30കളിൽ കുറഞ്ഞ സംഖ്യകളാണ് ലഭിക്കുന്നത്. കാരണം കോൺഗ്രസും ഇടതുപക്ഷവും 10-12 എടുക്കുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം വോട്ട് അല്പം വിഭജിച്ചാൽ പോലും അതിനർത്ഥം അതൊരു വലിയ പങ്കാണ്. അതായത് അവർക്ക് തോൽക്കാൻ വേണ്ടി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മുസ്ലിം പാർട്ടി ഒരു വലിയ ഭാഗം എടുക്കേണ്ടി വരും. കാരണം അവിടെയുള്ള അടിത്തറ അത് വളരെ കൂടുതലാണ്, 75. അതെ, അവർക്ക് അത് 75%. കൂടാതെ ഈ പ്രദേശങ്ങളിലെ മൊത്തം വോട്ടിൻ്റെ 50%-ൽ കൂടുതൽ അവർക്ക് ലഭിക്കുന്നു. ശരി, ഞാനൊന്ന് അതെ മനീഷ് പറഞ്ഞതിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നു. ബംഗാളിലേക്ക് ഉത്തരേന്ത്യൻ സംസ്കാരവും രാമനവമിയും ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ നിങ്ങളോട് പറയാം, 2021 തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഒരു ദിവസം മമതാ ബാനർജി എവിടെയോ കൂടി കടന്നു പോകുമ്പോൾ കുറച്ച് ചെറുപ്പക്കാർ വന്ന് അവരെ നോക്കി ജയ് ശ്രീറാം എന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അതിയായ ദേഷ്യം വന്നു. അവർക്ക് കടുത്ത ദേഷ്യം ഉണ്ടായിരുന്നു. അവർ കാറിൽ നിന്നിറങ്ങി അവരൊരു തരത്തിൽ ചീത്ത പറഞ്ഞു. അവർ വളരെ വളരെ ദേഷ്യത്തിലായിരുന്നു. ആ സമയത്ത് ജയ് ശ്രീറാം ഒരു മോശം വാക്കായിരുന്നു. അതൊരു മോശം തന്ത്രമാണെന്ന് തൃണമൂൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയും. ഇന്നിപ്പോൾ തൃണമൂൽ നേതാക്കൾ വാളുകൾ വീശിയും രാമനവമി ആഘോഷിച്ചും രംഗത്തുണ്ട്. അവർക്കറിയാം അവർക്ക് വേണമെന്ന്, അതുകൊണ്ട് അവരും മാറുകയാണ്. ഹിന്ദു വോട്ട്. പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. BJP ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അതിൽ ഭൂരിഭാഗവും ഹിന്ദിയിലായിരുന്നു. പിന്നെ ഇടയ്ക്കിടെ അവരുടെ മുദ്രാവാക്യങ്ങൾ പോലും കൂടുതലും ഹിന്ദിയിലായിരുന്നു. പിന്നെ അവർ 1-2 ബംഗാളി മുദ്രാവാക്യങ്ങൾ പറയാൻ തുടങ്ങി. പക്ഷെ ഞാൻ അവിടുത്തെ ഒരുപാട് അനുയായികളോട് സംസാരിച്ചു. അവർ പറഞ്ഞത് അത് തെറ്റാണെന്നാണ്. അവർ ബംഗാളിയിൽ ഉറച്ചു നിൽക്കണം, കാരണം അവരുടെ കൈകളിലേക്ക് വീഴുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, നിങ്ങൾക്കറിയാമല്ലോ, ഭാഷ, ഭക്ഷണം. ഒരു യഥാർത്ഥ ബംഗാളി ആരാണെന്ന് നിർവചിക്കാൻ TMC ഭക്ഷണം ഉപയോഗിക്കുന്നു, മത്സ്യം. അറിയാമല്ലോ, BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്തെ ചില പ്രദേശങ്ങളിൽ മാംസവിൽപ്പന നിർത്തിവച്ചതുകൊണ്ടാണ് ഈ സംഭവം മുഴുവൻ പൊട്ടിപ്പുറപ്പെട്ടത്. അതുകൊണ്ട് അവർ ഈ സാംസ്കാരിക ശൈലികൾ ഉപയോഗിക്കുകയാണ് എന്ന് പറയാൻ. പുറത്തുനിന്നുള്ളവർ വരുന്നു. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഡോറ, പ്രമുഖർ ആരൊക്കെയാണ് എന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ TV പ്രോഗ്രാം പറയുന്നത് പോലെ ഒരു വലിയ പോരാട്ടമുണ്ട്. ആ വലിയ പോരാട്ടം മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും തമ്മിലാണ്. ശരി, കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ 2000-ൽ താഴെ വോട്ടുകൾക്കാണ് സുവേന്ദു അധികാരി അവരെ തോൽപ്പിച്ചത്. അതുകൊണ്ട് മമത ഭവാനിപ്പൂരിൽ വന്ന് 58,000 വോട്ടുകൾക്ക് ജയിച്ചു. അത് പിന്നീട് ലോക്സഭയിൽ 9,000-ആയി. ഇപ്പോൾ സുവേന്ദു അധികാരി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ അവിടെ തോൽപ്പിച്ചു. നിങ്ങളെ തോൽപ്പിക്കാൻ ഞാൻ ഭവാനിപ്പൂരിലേക്ക് വരുന്നു. അതുകൊണ്ട് അദ്ദേഹം 2 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിജയസാധ്യതകൾ എന്താണെന്ന് ആർക്കും അറിയില്ലെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഒരു നേതാവ് തൊട്ടടുത്ത് മത്സരിക്കുമ്പോൾ എന്നും ഞാൻ കരുതുന്നു, ഞാൻ പറയുന്നത് പോലെ രാഷ്ബെഹാരി, ബാലിഗഞ്ച്, എന്താലി, കൽക്കട്ട പോർട്ട് പോലുള്ള മണ്ഡലങ്ങൾ ഇതെല്ലാം ഭവാനിപ്പൂരിന് ചുറ്റുമുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ നേതാവ് മത്സരിക്കുമ്പോൾ അതിൻ്റെ ചില സ്വാധീനങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെ, തീർച്ചയായും ആ സീറ്റുകളിൽ ചിലത് TMC 40% വോട്ടിനാണ് ജയിച്ചത്. പക്ഷേ എന്നിട്ടും അത് വോട്ടർമാർക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. ആരാണ് ജയിക്കുന്നതെന്ന് പറയാൻ കഴിയില്ലെന്ന് നിങ്ങൾ വെറുതെ പറയുകയാണ്. ആരാണ് ജയിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഞങ്ങളോട് പറയുന്നില്ലെന്നേയുള്ളൂ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അത് ശരിയാണ്, അത് കൃത്യമാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത് ഉറക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത്. അതെ. ഇനി ചോദ്യം, ആ 2 ചെറിയ പോരാളികളാണ്. ഒരു കാലത്ത് വലിയ പോരാളികളായിരുന്നവർ ഇപ്പോൾ ചെറിയ പോരാളികളാണ്. അതായത് CPM-ഉം കോൺഗ്രസും. അതുകൊണ്ട് നമുക്ക് ഓരോന്നിൽ നിന്നും ഓരോ ആളെ എടുക്കാം. ഈ സഖ്യം കോൺഗ്രസിൽ അധീർ രഞ്ജൻ ചൗധരി 5 തവണ MP, പക്ഷേ 1 തവണ മാത്രം MLA. ഇവരെല്ലാം മന്ത്രിസ്ഥാനം നേടാൻ വേണ്ടി എപ്പോഴും ഡൽഹിയിലേക്ക് ഓടിയിരുന്ന ആളുകളായിരുന്നു. കാരണം അവർ അവിടെ അധികാരത്തിലായിരുന്നു, അവർ ഇവിടെ അധികാരത്തിൽ അല്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നത് നാരായൺപൂരിൽ നിന്നാണ്. അവിടെ BJPക്ക് 13.5% ഭൂരിപക്ഷമുണ്ട്. പിന്നെ ഇടതുപക്ഷത്ത് ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോയ ജാദവ്പൂരിൽ ബിക്കോഷ് രഞ്ജൻ ഭട്ടാചാര്യ. ഈ മാസം 4-ാം തീയതി മാത്രമാണ് അദ്ദേഹം രാജ്യസഭാ അംഗം അല്ലാതായത്.
ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നത്. കൂടാതെ ബിക്കോസ് ബാബുവിനെ സംബന്ധിച്ച് TMCക്ക് 18.5% ഒരു ചെറിയ ലീഡുണ്ട്. അതിനാൽ ബിക്കോസ് ബാബുവിന് അത് മറികടക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് BJPയെ നോക്കാം. ഒന്നാമതായി ദിലീപ് ഘോഷ്, മുൻ BJP സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹം 2019 മുതൽ 2024 വരെ MPയും 16 മുതൽ 19 വരെ MLAയുമായിരുന്നു. അദ്ദേഹം മത്സരിക്കുന്നത് ഖരഗ്പൂർ സദറിൽ നിന്നാണ്. അദ്ദേഹം മത്സരിക്കുന്നത് TMCക്ക് വെറും 2.5% മാത്രം ഭൂരിപക്ഷമുള്ള ഒരു സീറ്റിൽ നിന്നാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് നിങ്ങളെപ്പോലൊരു മുതിർന്ന നേതാവ് മറ്റു സാധ്യതകളുണ്ടാകാമായിരുന്നിട്ടും എന്തിനാണ് ഇത്രയും നാമമാത്രമായ ഒരു സീറ്റിനായി മത്സരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അത് പാർട്ടി അച്ചടക്കമാണ്. അതാണ് ഔദ്യോഗിക ഭാഷ്യം. പിന്നെ മിസ്റ്റർ സ്വപൻ ദാസ്ഗുപ്ത, എല്ലാവർക്കും അറിയാവുന്ന എഴുത്തുകാരൻ, നോമിനേറ്റഡ് രാജ്യസഭാംഗം, പത്രപ്രവർത്തകൻ. അദ്ദേഹം മത്സരിക്കുന്നത് റാഷ്ബെഹാരി എന്ന താരതമ്യേന സുരക്ഷിതമായ ഒരു സീറ്റിന് വേണ്ടിയാണ്. അത് വീണ്ടും ഭവാനിപൂരിനടുത്താണ്. TMCക്ക് കഴിഞ്ഞ തവണ 17.2% ലീഡുണ്ടായിരുന്നു. അതിനാൽ അത് മറികടക്കാൻ അദ്ദേഹത്തിന് വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. പിന്നെ രൂപ ഗാംഗുലി, നമ്മുടെ നടി, പ്രശസ്തയായ രൂപ ഗാംഗുലി. അവരൊരു കാലത്ത് രാജ്യസഭ MP ആയിരുന്നു. അവർ സോനാർപൂർ സൗത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. അവിടെയും TMCക്ക് 15% ഭൂരിപക്ഷമുണ്ട്. അവസാനം നിഷിത് പ്രമാണിക്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ പേര് മാതാഭംഗ എന്നാണ്. അത് എന്നെ ചെറുതായി ആശങ്കപ്പെടുത്തുന്നു. പക്ഷേ അത് അപ്രസക്തമാണ്. ഞാൻ അവിടേക്ക് പോകില്ലെന്ന് കരുതുന്നു. നിങ്ങൾ ആ BJPക്ക് 12 ലീഡ് അത് കാണിക്കുന്നു. നിങ്ങൾ അവിടെ പോയി എന്ന് അത് കാണിക്കുന്നു. ഇത്തവണ BJPക്ക് ലീഡുണ്ട്. അവിടെ BJPക്ക് 12.5% ലീഡുണ്ട്. അദ്ദേഹം ഒരു മുൻ MPയും കേന്ദ്രമന്ത്രിയുമാണ്. ഇനി മമതയുടെ സുഹൃത്തുക്കളിലേക്ക്, TMCയിലേക്ക്. കുനാൽ ഘോഷ്, ബെൽഗട്ട. കഴിഞ്ഞ തവണ അദ്ദേഹം വെറും 42% മാത്രമാണ് മുന്നിട്ട് നിന്നത്. ഫിർഹാദ് ഹക്കിം, നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം കൽക്കട്ട പോർട്ടിൽ നിന്നാണ് മത്സരിക്കുന്നത്. അത് നിങ്ങളുടെ ജന്മനാടായ അലിപോർ മുഴുവൻ ഉൾക്കൊള്ളുന്നു. അദ്ദേഹം ഒരു മുതിർന്ന മന്ത്രിയും കൽക്കട്ടയുടെ മേയറുമാണ്. അദ്ദേഹത്തിന് 45% ലീഡുണ്ട്. അത് ശരിക്കും മോശമല്ല. പിന്നെ നടിയും TMC സംസ്ഥാന സെക്രട്ടറിയുമായ സൈന്തിക ബാനർജി 22% ലീഡ്. പിന്നെ അവസാനമായി ജ്യോതിപ്രിയ മാലിക്. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. 3 തവണ വിജയിച്ചയാളാണ്. പക്ഷേ അദ്ദേഹത്തിന് TMCക്ക് വെറും 0.8% പ്ലസ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് മുൻപ് 20% മാർജിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് പണിയെടുക്കേണ്ടി വന്നേക്കാം. എനിക്ക് തോന്നുന്നു അതോടെ ലിസ്റ്റ് അവസാനിച്ചുവെന്ന്. ഓരോ ബംഗാളിയും ഒരു ഹെവി വെയിറ്റ് ആണ്. ക്ഷമിക്കണം. ദൊറാബ്, ഓരോ ബംഗാളിയും ഒരു താരമാണ്. പക്ഷെ ഞാൻ കുറച്ചു പേരെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഞാൻ ശരിക്കും ഹെവികളെയാണ് എടുത്തത്. ഞാൻ സൂപ്പർ ഹെവി വെയിറ്റുകളെയാണ് തിരഞ്ഞെടുത്തത്. സൂപ്പർ ഹെവി. ഓരോ ബംഗാളിയും നിങ്ങൾ വിവേചനം കാണിക്കുകയാണ്. എനിക്കിവിടെ ഒന്നുകൂടി ചേർക്കാനുണ്ട്. കാരണം സുരക്ഷയും ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. സ്ത്രീ സുരക്ഷ BJPക്ക് ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. എല്ലാവരും ഉറ്റുനോക്കുന്ന 2 സ്ഥാനാർത്ഥികളെ അവർ നിർത്തിയിട്ടുണ്ട്. ഒരാൾ അജിത് കറിന്റെ ഇരയുടെ അമ്മയാണ്. ബലാത്സംഗ കേസ്. മറ്റൊരാൾ സന്ദേശ് ഖലി കേസിലെ പ്രതിഷേധത്തിന്റെ മുഖമാണ്. അവിടെ ഒരു TMC നേതാവിനെതിരെ ലൈംഗികാതിക്രമത്തിനും ഭൂമി കയ്യേറ്റത്തിനും കുറ്റം ചുമത്തപ്പെട്ടു. എന്നിട്ടും TMC നൽകിയതിൻ്റെ പകുതി സീറ്റുകളാണ് അവർ സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം സ്ഥാപിക്കാൻ, വ്യക്തമാക്കാൻ വേണ്ടി അവർ പ്രത്യേക സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾക്കുള്ള സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ പിന്നിലാണ്. അതെ, TMC സ്ത്രീകൾക്ക് 54 സീറ്റുകൾ നൽകിയിട്ടുണ്ട്. അത് ആകെ എണ്ണത്തിന്റെ 20% വരും. BJP നൽകിയത് 20-നടുത്ത്. അതെ, 20ഓ 24ഓ സീറ്റുകൾ. അപ്പോൾ അവർ സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞേക്കാം. പക്ഷേ കൂടാതെ TMC നേതാവും ഒരു സൂപ്പർ ഹെവി വെയിറ്റ് ആണ്. സൂപ്പർ ഹെവി വെയിറ്റ് മമത ദീദി. ശരിയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഗ്രൗണ്ടിൽ നിന്നുള്ള വെളിപ്പെടുത്തലുകൾക്ക് നന്ദി. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആരാണ് ജയിക്കുന്നത്? വേണ്ട, ഇപ്പോൾ പറയരുത്, പിന്നെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ശരിക്കും അറിയണോ? തെരഞ്ഞെടുപ്പിന് ശേഷം. അറിയാമോ,
ഈ രാജ്യത്ത് അപ്പോൾ അതിനു മുമ്പ് 2000 വർഷം മുതൽ, ശരി, ഞാൻ നിങ്ങളോട് വസ്തുതകൾ പറയാം. അല്ല, 2000 വർഷം മുതൽ 10% കൂടുതൽ ലീഡുള്ള ഒരു പാർട്ടി അടുത്ത തവണ അട്ടിമറിക്കപ്പെട്ട 3 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് 2011 മുതൽ ജയലളിതയായിരുന്നു. അവർ പിന്നീട് അട്ടിമറിക്കപ്പെട്ടു. മറ്റൊന്ന് നിങ്ങളുടെ സുഹൃത്ത് മിസ്റ്റർ ആയിരുന്നു, KCR. അദ്ദേഹം ഒരു തവണ 10% കൂടുതൽ നേടി വിജയിച്ചു, എന്നിട്ട് മാറി മറിഞ്ഞു. മൂന്നാമത്തേത് വളരെ കുഴപ്പം പിടിച്ച ഒന്നാണ്. കാരണം കർണാടകയിൽ കോൺഗ്രസ് ലീഡ് നിലനിർത്തിയെങ്കിലും BJPക്ക് കൂടുതൽ സീറ്റുകൾ ലഭിച്ചു. കൂടാതെ മിസ്റ്റർ കുമാരസ്വാമി ഇരു കൈയും നീട്ടി കാത്തിരിക്കുകയായിരുന്നു. ശരി, അപ്പോൾ അദ്ദേഹം അങ്ങനെ BJP സർക്കാർ രൂപീകരിച്ചു അവരോടൊപ്പം. പക്ഷെ 2 ഉദാഹരണങ്ങൾ മാത്രമേ ഉള്ളൂ. അത് സംഭവിക്കാമെങ്കിലും അതൊരു അസാധാരണ സംഭവമാണ്. ശരി, അപ്പോൾ നമ്മൾ നേരത്തെ സംഭവിച്ചതിനെക്കുറിച്ചും ആ 3 ഘട്ടങ്ങളെക്കുറിച്ചും ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും സംസാരിച്ചു. കുറച്ച് മുന്നോട്ട് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കാം എന്നതിൻ്റെ ഒരു സൂചന നോക്കാം. അത് ഒരു തരത്തിലും നിർണായകമല്ലെങ്കിലും 2021 മുതൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 21 ഉപതെരഞ്ഞെടുപ്പുകളിൽ TMC തങ്ങളുടെ വോട്ട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓർക്കുക, TMCയുടെ വോട്ട് ശതമാനം ഏകദേശം 50%, BJPയുടേത് 38%, ഏകദേശം 12% വിജയ മാർജിൻ. എന്നാൽ ഈ 21 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ 5 വർഷത്തിനുള്ളിൽ 21 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് അസാധാരണവും വളരെ പ്രധാനപ്പെട്ടതുമാണ്. വാസ്തവത്തിൽ ആ 21 ഉപതെരഞ്ഞെടുപ്പുകളിൽ 21-ൽ 20ഉം TMC ജയിച്ചു, കോൺഗ്രസും ജയിച്ചു. കഴിഞ്ഞ 21 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരെണ്ണത്തിൽ പോലും BJP ജയിച്ചിട്ടില്ല. അപ്പോൾ വോട്ട് ശതമാനം എന്തായിരുന്നു? ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ TMCക്ക് ശരാശരി 61%, BJPക്ക് 24% ലഭിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം TMCക്ക് അനുകൂലമായി 11% ഒരു ചായ്വും BJPക്ക് എതിരായി -14% ചായ്വും ഉണ്ടായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന്, ഞങ്ങൾ ജയിക്കാനുള്ള ഒരു അവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാഗികമായി, കാരണം സംസ്ഥാനത്തെ മുഴുവൻ ഭരണ സംവിധാനവും വളരെ മോശമായി പ്രവർത്തിക്കുന്നു എന്നതാണ്. പക്ഷേ നിങ്ങൾ 21 മുതൽ 24 വരെയുള്ള തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, എനിക്ക് തോന്നുന്നു 24-ൽ ഞങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന വസ്തുതയുണ്ടായിട്ടും ഞങ്ങളുടെ ആകെ വോട്ട് ശതമാനം തുടങ്ങിയവ ഏറെക്കുറെ മാറ്റമില്ലാതെ നിലനിന്നുവെന്ന്. പ്രണോയ്, ഞാൻ വ്യക്തമായി പറയട്ടെ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു ബദൽ സർക്കാർ രൂപീകരിക്കാനാണ് ഞങ്ങൾ ഇത്തവണ പോരാടുന്നത്. ഞങ്ങൾ പോരാടുന്നത് പ്രതിപക്ഷത്ത് ഒരു സ്ഥാനമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ ബജ് 11% ഒരു മെച്ചപ്പെട്, 50% നിന്ന് 61% പോകുന്നത് TMC, അതൊരു അസാധാരണമായ മാറ്റമാണ്. അത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സംഭവിച്ചേക്കില്ല. പക്ഷേ ഇത് താഴെത്തട്ടിലുള്ള ഒരു ചെറിയ സൂചനയാണ്. തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഒരു അഭിപ്രായ സർവേ അല്ല ഇത്. പക്ഷേ അതൊരു ആശങ്കയാണ്. കാരണം 21 തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിൽ പോലും BJP ജയിച്ചില്ല. ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർ ഒന്നിലും ജയിച്ചില്ല. അപ്പോൾ 11% എന്നത് വളരെ വലുതാണ്, അല്ലേ? അത് പാർട്ടിക്ക് വലിയ പിന്തുണയോ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളോ ഉണ്ടെന്ന് കാണിക്കുന്നു. പക്ഷേ BJP പറയുന്നത് അതുപോലൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് അങ്ങനെ അങ്ങോട്ട് താഴെത്തട്ടിൽ TMCയെ നേരിടാൻ കഴിയില്ല. രസകരമായ കാര്യം എന്തെന്നാൽ ലോക്സഭയിൽ പോലും BJPക്ക് ഒരുപാട് വോട്ടുകൾ നേടാനാകുന്നു. ഞാൻ ഉദ്ദേശിച്ചത് അവിടെയും ഇവിടെയുമായി 0.5%. സാധാരണയായി അവർ ഇതിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും. അത് വളരെ ശരിയാണ്. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ അത് വളരെ ശരിയാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കേന്ദ്രത്തിലേക്കായതുകൊണ്ട് അത് സംഭവിച്ചില്ല. അതെ, അതുകൊണ്ട് അതും വളരെ ശക്തമായൊരു സൂചനയാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് അവരുടെ വളർച്ച ഒരു നിലയിലെത്തി നിൽക്കുകയാണ് എന്നാണ്. നിങ്ങളൊരു പ്രവചനം നടത്തുകയാണോ? അപ്പോൾ ദൊറാബ് ബാജ് പറയുന്ന ആ പോയിന്റ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ വർധന ഉണ്ടായില്ല എന്നത്, അതിനർത്ഥം അവരുടെ വളർച്ച നിശ്ചലമായി എന്നും. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളോടെ ഞാൻ ഡാറ്റയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അതെന്താണ് കാണിക്കുന്നത്? അതെ, അവരുടെ വളർച്ച നിശ്ചലമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയാമല്ലോ, മുൻപത്തെ തെരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ മിസ്റ്റർ
മോദി തിരഞ്ഞെടുപ്പുകൾ അത് നിയമസഭയോ ലോക്സഭയോ ആകട്ടെ, അദ്ദേഹം വന്നുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ കൂടുതൽ വലിയൊരു സദസ്സിനെ ആകർഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഒരു പീഠഭൂമിയിലെത്തിയിരിക്കാം. പിന്നെ ശ്രീ ഒഴികെ അധികാരി, അവർക്ക് മമതാ ബാനർജിയുടെ തലപ്പൊക്കമുള്ള വലിയ നേതാക്കളാരും ശരിക്കുമില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, ഒരുപക്ഷെ അതൊരു പീഠഭൂമിയിലെത്തിയിരിക്കാം, ആർക്കും അറിയില്ല. എന്നിരുന്നാലും ഒരു പരിധിവരെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണം കൊണ്ട് ആ SIR അത് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്കറിയില്ല. അവർക്ക് മുന്നേറ്റമുണ്ടായേക്കാം, ആർക്കും അറിയില്ല. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ശരി, BJPക്ക് ഭീമമായ വിഭവങ്ങളുണ്ട്, അത് മറക്കരുത്. അപ്പോൾ മോനദീപ, ശരി, മമതാ ബാനർജിയുമായി കിടപിടിക്കുന്ന ഒരു മുഖം BJPക്ക് ഇല്ല, ഒരു സംശയവുമില്ല. ശുഭേന്ദു അധികാരി കഴിഞ്ഞ 6-7 വർഷങ്ങളായി ഇതിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രസകരമായ കാര്യം, ഇത്തവണ നമ്മൾ കാണുന്ന BJPയുടെ മാറിയ തന്ത്രത്തിൻ്റെ ഭാഗമായി ശ്രീ ശുഭേന്ദു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയപ്പോൾ അമിത്ഷാ അവരുണ്ടായിരുന്നു. നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്. അതൊരിക്കലും സംഭവിച്ചിട്ടില്ല. ആഭ്യന്തരമന്ത്രി ശുഭേന്ദു അധികാരിക്ക് അകമ്പടി സേവിക്കാനായി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു വലിയ മാറ്റമാണ് യഥാർത്ഥത്തിൽ നാമനിർദ്ദേശത്തിന്. അത് തികച്ചും വ്യത്യസ്തമാണ്. മിസ്റ്റർ, പിന്നെ ഒരു നിമിഷത്തേക്ക് ശുഭേന്ദുവിൻ്റെ കാര്യത്തിൽ നിന്ന് മാറിയാൽ, മിസ്റ്റർ അമിത്ഷായും ഈയിടെയായി ബംഗാളിൽ ജയ് ശ്രീറാമിന് പകരം ജയ് മാ കാളി എന്ന് പറയുന്ന ഒരാളാണ്. മിസ്റ്റർ അമിത്ഷാ, മിസ്റ്റർ മോദി, അവരെല്ലാവരും ജയ് മാ കാളി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും രസകരമാണ്. പക്ഷേ അതെ, ശുഭേന്ദു അധികാരി ഒരുപക്ഷെ BJPക്കുള്ള ഏറ്റവും നല്ല ആശ്രയം. ശരി, വരൂ, കാണാൻ വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നിൻ്റെ അന്തിമമായ വിശകലനത്തിലേക്കും ധാരണയിലേക്കും നമുക്ക് വരാം. ശിഖ, SIRനെ കുറിച്ച്. നീണ്ട ക്യൂകൾ, ആളുകൾ പരാതിപ്പെടുന്നു. തീർച്ചയായും അവിടെ 5 വർഷം കൊണ്ട് ഇത് ചെയ്യുന്നതിന് പകരം 5 മാസം കൊണ്ടാണ് അവരിത് ചെയ്തതെന്നത് ഒരു ഭയാനകമായ കാര്യമാണ്. അത് പരിഹാസ്യമാണ്. ശുഭേന്ദുവിനോടുള്ള തൻ്റെ ചോദ്യത്തിൽ ദൊരാബ് നേരത്തെ ഉന്നയിച്ച ഒരു കാര്യമാണതെന്ന് ഞാൻ കരുതുന്നു. അത് SIR ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷേ അതൊരു 5 വർഷ കാലയളവിൽ പ്രൊഫഷണലായി ശരിയായി ചെയ്യുക. ഈ 5 മാസമോ അതിൽ അല്പം കൂടുതലോ എന്നത് വെറും അസംബന്ധമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഇതൊരു പാർട്ടിക്കെതിരാണെന്നോ മറ്റൊരു പാർട്ടിക്ക് അനുകൂലമാണെന്നോ ആരും ശരിക്കും തെളിയിച്ചിട്ടില്ല. ഒരുപാട് സംശയങ്ങളുണ്ട്. ധാരാളം വിവരങ്ങൾ ഒടുവിൽ പുറത്തു വരും. പക്ഷേ അതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കൂടുതൽ മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ട് ഓൾട്ട് ന്യൂസ് അതിൽ വളരെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചു എന്നതൊഴിച്ചാൽ. എന്നാൽ മൊത്തത്തിൽ എല്ലാവരും ഇതിൽ അസ്വസ്ഥരായിരുന്നു, അല്ലേ? എല്ലാവരും ഇതിൽ അസ്വസ്ഥരാണ്. ഞാനിവിടെ പ്രായമായ ഒരു സിഖ് കടയുടമയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് അവളുടെ പേര് വോട്ടർ പട്ടികയിലില്ല. തങ്ങളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന് പറഞ്ഞ നിരവധി ഹിന്ദുക്കൾ. എന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ ശബ്ദമുയർത്തുന്ന സമൂഹം തീർച്ചയായും മുസ്ലിങ്ങളാണ്. നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയാൽ ഒറ്റ രാത്രി കൊണ്ട് ചെറിയ കേന്ദ്രങ്ങൾ, ആളുകൾ ചെറിയ ഷെഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും. ഒരു കമ്പ്യൂട്ടറുമായി ഒരാൾ അവിടെ ഇരിക്കുന്നു. പേരുകൾ ഉൾപ്പെടുത്തുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കാനുള്ള അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കുക എന്നത് മാത്രമാണ് അയാൾ രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്നത്. എല്ലാത്തരം ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. എല്ലാത്തരം, നിങ്ങൾക്കറിയാമല്ലോ, കിംവദന്തികളും പ്രചരിക്കുന്നുണ്ട്. കാരണം ഇന്ന് തങ്ങളുടെ പേര് വോട്ടിംഗ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നാളെ തങ്ങൾക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതൊരു ഔദാര്യത്തിൽ നിന്നും വിലക്കി വന്നേക്കാം എന്നവർക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു അതാണ് ഒരു തരത്തിൽ അവരെ നയിക്കുന്നത്, അവർക്കുള്ള ഈ ഭയത്തെ നയിക്കുന്നത്. ശരി മനീഷ്, SIRനെ കുറിച്ച് അസ്വസ്ഥരായ ഒരുപാട് ആളുകളെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പക്ഷെ അത് അവരുടെ വോട്ടിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? അവരിതിനെ കേന്ദ്രവിരുദ്ധമായോ സംസ്ഥാന വിരുദ്ധമായോ കാണുന്നുണ്ടോ? അതോ ദേഷ്യത്തിലാണോ? ഇരുപക്ഷത്തിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ടെന്നാണോ? ഇത് വോട്ടുകളെ ബാധിക്കാൻ പോകുന്നില്ലേ, അതോ വോട്ടുകളെ ബാധിക്കാൻ പോകുന്നുണ്ടോ? പ്രണോയ്, ബീഹാറിലും തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം നിങ്ങൾ ആവർത്തിച്ചു പറയുന്നത് പോലെ ഈ ഒരു പ്രവർത്തനം എന്തുകൊണ്ട് നേരത്തെ നടന്നില്ലെന്ന് ഞാൻ കണ്ടു. എന്നാൽ തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഈ പ്രവർത്തനം നടത്തുന്നത് ഇപ്പോഴുള്ള പ്രതിപക്ഷ പാർട്ടികൾ, BJP വിരുദ്ധ പാർട്ടികൾ, അവർ പറയുന്നത് നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ സമയം ലഭിക്കാതിരിക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ്.
ഉദാഹരണത്തിന് ബീഹാറിൽ വോട്ടർ പട്ടികയുടെ ഈ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെയോ RJDയുടെയോ സ്ഥാനാർത്ഥികൾക്ക് ആ ലിസ്റ്റ് കാണാൻ സമയം കിട്ടിയില്ല. കാരണം അവർ അവരുടെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു. എന്നാൽ ബംഗാളിൽ TMC ഒരു കേഡർ അധിഷ്ഠിത പാർട്ടി ആയതുകൊണ്ട് TMC സ്ഥാനാർത്ഥികൾക്ക് ഈ ജോലികൾക്കെല്ലാം അത്രയധികം സമയം ചെലവഴിക്കേണ്ടി വരുന്നില്ല. കാരണം പാർട്ടി അത് നോക്കിക്കോളും. എന്നാൽ ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത്? ആരുടെയെല്ലാം പേര് വെട്ടിമാറ്റിയിട്ടുണ്ടോ അവർക്ക് ഒരു തരത്തിലുള്ള അപ്പീൽ അധികാരിയായ EC, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, തങ്ങളെ നിരാശപ്പെടുത്തിയതായി തോന്നുന്നു. ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ഒരു സെക്കൻഡ്, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായതുകൊണ്ട് കേന്ദ്ര വിരുദ്ധമാണോ അതോ എല്ലാ നേതാക്കൾക്കും എതിരാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടെയോ BJPയുമായി ഒത്തുകളിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. അതിൽ EC എഴുതുന്നു, ECI തൃണമൂൽ കോൺഗ്രസിനോട് നേരിട്ട് സംസാരിക്കുന്നു. ഇത്തവണ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും ഭയരഹിതവും അക്രമരഹിതവും ഭീഷണിരഹിതവും പ്രലോഭനരഹിതവും ഒരു തരത്തിലുള്ള കള്ളവോട്ട്, ബൂത്ത് ജാമിംഗ്, സോഴ്സ് ജാമിംഗ് എന്നിവ ഇല്ലാത്തതുമായിരിക്കും. ഇതിൻ്റെ ഭാഷയും TMCയോട് തൃണമൂൽ കോൺഗ്രസിനോട് നേരിട്ടുള്ള സംസാരം എന്ന് പറഞ്ഞ രീതിയും കാരണം EC എങ്ങനെയോ ഒരു പാർട്ടിയായി തരം താഴ്ത്തപ്പെട്ടുവെന്ന് ആളുകൾക്ക് തോന്നുന്നു. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും SIR പ്രക്രിയയെയും പിന്തുണയ്ക്കും. കാരണം മരിച്ച വോട്ടർമാർ, വ്യാജ വോട്ടർമാർ, 2ഉം 3ഉം തവണ പേരുള്ള വോട്ടർമാർ, ഇന്ത്യൻ പൗരന്മാരല്ലാത്ത വോട്ടർമാർ എന്നിവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണം. ഇന്ത്യക്കാരനെ രക്ഷിക്കുകയോ അല്ലെങ്കിൽ ഭരണഘടനയെ രക്ഷിക്കുകയോ ചെയ്യുക എന്നത് നമ്മുടെ നിർബന്ധിത കർത്തവ്യമാണ്. വോട്ടർ പട്ടികയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന വോട്ടർമാർ യഥാർത്ഥത്തിൽ ഇതിലൂടെ അവരുടെ ബാലറ്റിലൂടെ പ്രതിഷേധിക്കണം. ഇത് അവളുടെ അയൽക്കാരനോ അവൻ്റെ അയൽക്കാരനോ സുഹൃത്തിനോ ബന്ധുവിനോ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് വോട്ടിംഗ് ലിസ്റ്റിൽ മാതാപിതാക്കളെ കാണാം, കുട്ടികളുടെ പേര് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ കുട്ടികളുണ്ട്, മാതാപിതാക്കളില്ല. അതുകൊണ്ട് ഒഴിവാക്കപ്പെട്ട ആൾക്ക് വേണ്ടി അവർ യഥാർത്ഥത്തിൽ പ്രതിഷേധിക്കണം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, പ്രതിഷേധത്തിൻ്റെ വോട്ടും ഉണ്ടാകണം. അവിടെയുള്ളവരുടെ ഒരു പ്രതിഷേധ വോട്ടായിരിക്കണം അത്. കാരണം ഈ ആളുകൾ വെറുതെ ബുൾഡോസ് ചെയ്യുകയാണ്. ഇവിടെ വോട്ട് ചെയ്തിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. കാരണം എല്ലാ വോട്ടർമാരുടെയും പേര് ഒഴിവാക്കിയാൽ പിന്നെ എങ്ങനെ വോട്ട് ചെയ്യും? അവർ തെരഞ്ഞു പിടിച്ച് വോട്ടർമാരെ വെക്കുക. എന്റെ ആൺമക്കൾ വോട്ടർമാരാണ്, ഞാൻ വോട്ടറാണ്, എന്റെ ഭർത്താവ് വോട്ടറല്ല. അദ്ദേഹത്തെ ഒഴിവാക്കി. അതെ, എന്റെ പേര് വെട്ടി, എന്റെ മകളുടെ പേര് വെട്ടി. എനിക്കും വോട്ടറുണ്ട്, ഞാനുണ്ട്, അദ്ദേഹം ഇല്ല. 300 വോട്ടർമാരിൽ 97 എണ്ണം ഡിലീറ്റ്. പിന്നെന്താ, ഇത്തവണ മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു അവസാനവുമില്ല. എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നു. മുഴുവൻ SIR പ്രക്രിയയും ആ പ്രക്രിയയിൽ പൊരുത്തക്കേടുകളോ പിഴവുകളോ ആയി കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഉദ്ദേശത്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. കാരണം തുടക്കം മുതലേ SIR ഒരു പക്ഷപാതപരമായ പ്രക്രിയയായിരുന്നു. വളരെ പക്ഷപാതപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് ഉറപ്പാക്കിയത്. കൂടാതെ ഈ പൊരുത്തക്കേടുകളുടെയും തീർപ്പ് കൽപ്പിക്കാത്തതിൻ്റെയും മുഴുവൻ ആശയവും അത് ഒരു ക്രമരഹിതമായ തോതിലാണ് മുന്നോട്ടു പോകുന്നത്. എന്നാൽ SIRന്റെ അവസാന പകുതിയിൽ മുസ്ലിം സമുദായത്തെയും മോട്ടുവാകൾ എന്ന ദളിത് ഹിന്ദു അഭയാർത്ഥി സമൂഹങ്ങളെയും ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ഒഴിവാക്കലുകൾ സംഭവിക്കുന്നത് ഞങ്ങൾ കണ്ടു. 23-ാം തീയതിയോടെ ഒരുപക്ഷെ തീരുമാനമാകില്ലായിരിക്കാം. വോട്ടർ പട്ടികയിലും നിങ്ങളുടെ പേര് ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ടാവില്ല. ഇനി വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വോട്ട് ചെയ്യാനാവില്ല. പിന്നീട് നോക്കാം വോട്ടിന് ശേഷം പേര് വരുമോ ഇല്ലയോ എന്ന്. ഞാൻ നോക്കും, കോടതിയിൽ പോകും, സുപ്രീം കോടതിയിൽ പോകും. ഞാൻ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും. കോടതി വരെ പോകാനും തയ്യാറാണ്. കോടതി വരെ പോകാൻ തയ്യാറാണ്. എല്ലാം എന്റെ കയ്യിലുണ്ടല്ലോ. എന്റെ ഭർത്താവിന്റെ അതും പോയി, എന്റെ അതും പോയി, എന്റെ ഭർത്തു സഹോദരന്റെ അത് പോയി, എന്റെ നാത്തുവിന്റെ അത് പോയി, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 4 വോട്ട് പോയി. അതെ, അപ്പൊ ഞങ്ങൾ എല്ലാ രേഖകളും വെച്ച് കേസ് ഫയൽ ചെയ്ത് വോട്ട് ഒഴിവാക്കപ്പെടും. സാർ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശരിയല്ലേ? ഓൺലൈനിൽ വലിയ തിരക്കാണ്. ഓൺലൈനിൽ പ്രശ്നമുണ്ട്. എന്റെ പേര് വെട്ടിയില്ല, എന്റെ ഭാര്യയുടെ പേര് വെട്ടി. ഇതെങ്ങനെ സംഭവിച്ചു അറിയില്ല. ആ ഫോം പൂരിപ്പിച്ചിരുന്നു. അതിനുശേഷം അയാൾ പറഞ്ഞു ആ സ്റ്റാമ്പുള്ള പേപ്പർ വന്നിരുന്നു, പിന്നീട് ശരിയാകുമെന്ന് പറഞ്ഞു. പിന്നീട് വന്നു, ഡിലീറ്റ് എന്ന് വന്നു. പിന്നെ അത് ഓൺലൈനായി ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട്, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ജോലിയും മറ്റും ഉപേക്ഷിച്ച് 4-5 ദിവസം 6 ദിവസം തുടർച്ചയായി ഈ പണിയിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. എല്ലാം ഉപേക്ഷിച്ചു. തുടർച്ചയായി 20 വർഷം 30 വർഷമായി വോട്ട് ചെയ്തു വരുന്ന ഒരുപാട് ആളുകളുണ്ട്.
അയാളുടെ പേരും വെട്ടി. അങ്ങനത്തെയും ആളുകളും. എൻ്റെ മകളുടെ കല്യാണത്തിന് ടാറ്റയിലാണ് മകൾ താമസിക്കുന്നത്. ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, വോട്ടർ കാർഡ് ഉണ്ട്. മുൻപ് വോട്ട് ചെയ്തിട്ടുമുണ്ട്, പക്ഷെ ഇപ്പോൾ പേരില്ല. ഇതെങ്ങനെ സംഭവിച്ചു? അത് വെട്ടുന്നവർക്കല്ലേ അറിയൂ. അവർ ബംഗ്ലാദേശിയാണോ അതോ നുഴഞ്ഞുകയറ്റക്കാരനാണോ എന്ന് അവർക്ക് മാത്രമേ അറിയൂ. അവർ ബംഗ്ലാദേശിയാണോ അതോ നുഴഞ്ഞുകയറ്റക്കാരനാണോ എന്ന്. എന്റെ മകൻ, മകൾ, മരുമകൾ, പെൺമകൾ എന്നിവരിൽ ആർക്കും ഒന്നും സംഭവിക്കരുത്. എവിടെ നിന്ന് വന്നു? ഞാൻ മാൾഡക്കാരിയാണ്. എന്റെ മകനും മകൾ എവിടെ നിന്ന് വന്നു? ഞാൻ രാജ്യത്ത് തന്നെ താമസിക്കും, മാൾഡയിൽ. എന്റെ മകനും മകൾക്കും പൗരത്വം ഉണ്ടാകും. എവിടെ പോകും? ഇപ്പോ എന്റെ മകനെ ആരെങ്കിലും കൊണ്ടുപോയാൽ എനിക്കത് സഹിക്കാൻ കഴിയുമോ? എന്റെ പേരുണ്ട്, പക്ഷെ എന്റെ മകന്റെ പേരില്ല, മകളുടെ പേരില്ല. പിന്നെ ഞാൻ എന്ത് വെച്ചാണ് ജീവിക്കുക? അപ്പോൾ മോണോദീപ, ഞങ്ങൾ വരികൾ കണ്ടു, ഞങ്ങൾ ആളുകളോട് സംസാരിക്കുന്നത് കണ്ടു. എൻ്റെ അമ്മ അതിലില്ല, അല്ലെങ്കിൽ എൻ്റെ മകൾ അതിലില്ല, എൻ്റെ ഭർത്താവ് അതിലില്ല. ഞാൻ ഒരാളെ കണ്ടുമുട്ടി. ഒരുപാട് അസന്തുഷ്ടിയുണ്ട്, പക്ഷേ അത് വോട്ടർമാരുടെ പെരുമാറ്റത്തിൽ എങ്ങനെ പ്രതിഫലിക്കും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരി, വളരെ വ്യക്തമായ കാര്യങ്ങളിലൊന്ന് ഒഴിവാക്കപ്പെടുന്നവർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നതാണ്. അപ്പോൾ അതാണ് ഞെട്ടിക്കുന്ന സത്യം. അതൊരു കാര്യമാണ്, അത് സംഭവിക്കാൻ പോകുന്നു. പക്ഷേ വോട്ട് ചെയ്യാൻ കഴിയുന്നവരും എന്നാൽ അവരുടെ കുടുംബം അങ്ങനെ അല്ലാത്തവരുമായ ആളുകളുടെ കാര്യമോ? കൃത്യമായി. അപ്പോൾ അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? അത് അവരെ എങ്ങനെ ബാധിക്കും? അതായത് അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവരൊന്നുകിൽ വളരെ ദേഷ്യത്തിലായിരിക്കും, എന്നിട്ട് BJPക്കെതിരെ വോട്ട് ചെയ്യും. കാരണം ഇത്തരത്തിലുള്ളവ ആസൂത്രണം ചെയ്യുന്നത് അവരാണെന്ന് അവർ കാണുന്നു. മനസ്സിലായി? നിങ്ങൾക്കറിയാമല്ലോ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന SIR പ്രക്രിയ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ കുടുംബം ഒഴിവാക്കപ്പെട്ടാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരേ ഒരു പ്രതികരണം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ഒന്ന്. കുടുംബം ഒഴിവാക്കപ്പെട്ട ആരെങ്കിലും പോയി BJPക്ക് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനയാണ്. എന്നാൽ മറ്റൊരു ഘടകം ന്യൂനപക്ഷ വോട്ടുകളെ അത് ബാധിച്ചു എന്നതാണ്. അതെ, നമ്മൾ അത് ഡാറ്റ ഉപയോഗിച്ച് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമിക സൂചനകൾ അങ്ങനെയാണെന്നാണ്. എന്നാലും അത് ഇതുവരെ നിർണായകമായിട്ടില്ല. ഇനിയും ഒരുപാട് ഗവേഷണം നടത്തേണ്ടതുണ്ട്. നമുക്ക് ആകെ അറിയാവുന്നത് ഒരുപാട് വോട്ടർമാരെ നീക്കം ചെയ്തിട്ടുണ്ട് എന്നും മാർജിൻ ഇത്രമാത്രമായിരുന്നു എന്നുമാണ്. പക്ഷെ കൂടുതൽ ഗവേഷണം നടത്താതെ ആരാണെന്നോ എന്താണെന്നോ നിങ്ങൾക്കറിയില്ല. ക്ഷമിക്കണം, നിങ്ങൾ എന്തോ പറയാൻ വരികയായിരുന്നു. പക്ഷേ നിങ്ങൾ എവിടെ ആളുകളോട് സംസാരിച്ചാലും കൂടുതൽ മുസ്ലിം പാർട്ടികളുടെ സാന്നിധ്യം ഉണ്ടായിട്ടും ന്യൂനപക്ഷ വോട്ട് ഭിന്നിച്ചു പോയേക്കില്ല എന്ന് അവർ പറയുന്നു എന്നത് സത്യമാണ്. കാരണം SIRന്റെ പശ്ചാത്തലത്തിൽ അവർ TMCക്ക് അനുകൂലമായി ഒരുമിക്കും. ശരി, വളരെ നന്ദി. അത് വളരെ കൗതുകകരമായിരുന്നു. കൂടാതെ ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട് പറയട്ടെ, ഞാനത് ചെയ്യാം. പതുക്കെ. ഞങ്ങളെ കണ്ടതിന് നന്ദി. തെരഞ്ഞെടുപ്പിനോട്, അന്തിമ തെരഞ്ഞെടുപ്പ് തീയതിയോട് കുറച്ചുകൂടി അടുക്കുമ്പോൾ ഞങ്ങൾ മറ്റൊരു വെസ്റ്റ് ബംഗാൾ കൗണ്ട് ഡൗൺ കൂടി നടത്തുന്നതാണ്. കണ്ടതിന് നന്ദി.